അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ ഫായിസീന ബിറഹ്മത്തില്ലാഹ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ മഹത്തായ സ്ഥാപനം കാണാനും നിങ്ങളുമായി അല്പനേരം സംസാരിക്കുവാനും സാധിച്ചതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഈ സ്ഥാപനം ഈ നാടിൻ്റെ ദീനിയായ അവസ്ഥക്ക്, പുരോഗതിക്ക് കാരണമാവുകയും ഇതിൻ്റെ സ്ഥാപകർക്ക് അള്ളാഹു തക്ക പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ഷിയിസം അല്ലെങ്കിൽ തശയ്യുഅ, ഷിയ, റാഫിള, ഇമാമിയ, ജഅഫരി മദ്ഹബ് എന്നൊക്കെ പല പേരിൽ, അൽ ഇസ്നാ അശരിയ എന്നൊക്കെ പല പേരിൽ അറിയപ്പെടുന്ന ഒരാശയം മുസ്ലിം ലോകത്ത് മുസ്ലിങ്ങൾ പൊതുവെ രണ്ടായി തിരിക്കപ്പെടാറുണ്ട്. ഒന്ന് അഹ്ലുസുന്ന, സുന്നികൾ, മറ്റൊന്ന് ഷിയാക്കൾ. എന്താണ് ഷിയയിസവും അഹ്ലുസുന്നയും തമ്മിലുള്ള വ്യത്യാസം? അത് എന്നാണ് ആവിർഭവിച്ചത്? ആരാണ് അതിൻ്റെ സ്ഥാപകന്മാർ? എന്താണ് അതിൻ്റെ ചിന്തകൾ? എന്താണ് അവരുടെ ആചാരങ്ങൾ? അവർ അഹ്ലുസുന്നക്ക് എത്രമാത്രം ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് പറയുക എന്നത് അസാധ്യമാണ്. കാരണം 14 നൂറ്റാണ്ടുകളിൽ അവർ മുസ്ലിം ലോകത്തിന് ചെയ്ത അതിക്രമങ്ങൾ, വിശ്വാസപരമായ അവരുടെ കുഴപ്പങ്ങൾ അത്രമാത്രം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയത്ത് വളരെ മർമ്മപ്രധാനമായ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാനേ സാധിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് പിന്നീട് സൗകര്യപ്രകാരം നമുക്ക് ഇത്തരം വിഷയങ്ങൾ തുടർന്നും ചർച്ച ചെയ്യാവുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഷിയ എന്ന വാക്കിൻ്റെ അർത്ഥം, നിങ്ങൾ വിദ്യാർത്ഥികളായതുകൊണ്ട് ഞാൻ അറബി നസ്സും കൂടി പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന ഒരു രീതിയാണ്. സഹായികൾ, അനുയായികൾ എന്നൊക്കെയാണ് അർത്ഥം. പൊതുവെ ഷിയ എന്ന് പറഞ്ഞാൽ ഷിയത്തു അലി എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അനുയായികൾ, പക്ഷക്കാർ, പാർട്ടികൾ എന്നൊക്കെയാണ് അർത്ഥം. ഇസ്ലാമിക ആദ്യകാലത്ത് ഉമർ ഖത്താബിന് ശേഷം മുസ്ലിങ്ങളിൽ കുറച്ച് ആളുകൾ ഷിയത്തു അലി എന്നും ബഹുഭൂരിപക്ഷം ഷിയത്തു ഉസ്മാൻ എന്നും അറിയപ്പെട്ടിരുന്നു. രാഷ്ട്രീയപരമായ പ്രശ്നമല്ല, അല്ലാതെ അടിസ്ഥാനപരമായ പ്രശ്നമല്ല. ഭൂരിപക്ഷം സഹാബികളും ഷിയത്ത് ഉസ്മാനായിരുന്നു, വളരെ കുറച്ച് സഹാബികൾ ഷിയത്ത് അലിയായിരുന്നു. ഇതാണ് പിന്നീട് ഒരു മതപാർട്ടിയായി വളർന്ന് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്കെതിരായി മാറിയ ഒരു വിഭാഗം. യഥാർത്ഥത്തിൽ ഷിയത്തു, ഇന്ന് നമ്മൾ പറയുന്ന ഷിയായുടെ, അതായത് വിശ്വാസപരമായ ഷിയയിസത്തിൻ്റെ തുടക്കം അബ്ദുല്ലാഹി ഇബ്നു സബഅ എന്ന ഒരു യഹൂദി, യമനിലെ യഹൂദിയായ ഒരാൾ, നബിയുടെയോ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയോ കാലത്ത് വരാതെ അവസരം പാർത്ത്, ഉമർ ഖത്താബിൻ്റെ കാലത്തൊക്കെ വന്നാൽ മൂപ്പർക്ക് വിവരം അറിയും, അതുകൊണ്ട് അതിന് ധൈര്യപ്പെടാതെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാലമായപ്പോഴേക്ക് കിബാറു സഹാബൊക്കെ മരിച്ചു പോയിരുന്നു. പുതിയ തലമുറ ഇസ്ലാമിക സമൂഹത്തിൽ രംഗത്ത് വന്നിരുന്നു. പിന്നെ ബദുക്കളും അതുപോലെ അറാബികൾ എന്ന് പറഞ്ഞ അവരും പുതുവിശ്വാസികളൊക്കെ പഴയ സഹാബികളെ പോലെ അത്ര ഇസ്ലാം മനസ്സിലാക്കാത്ത പുതിയൊരു തലമുറ രംഗത്ത് വന്ന സമയം ഇപ്പോൾ നല്ല അവസരമാണെന്ന് കണ്ട് അബ്ദുല്ലാഹി ഇബ്നു സബഅ എന്ന യമനിലെ ഒരു ജൂതനായ ആൾ ഇസ്ലാമിൻ്റെ വേഷം കെട്ടി വന്ന് മുസ്ലിം സമൂഹത്തിനിടയിൽ കുറേ സംശയങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെയാണ് ഇന്നത്തെ ഷിയയിസത്തിൻ്റെ തുടക്കം. ഇദ്ദേഹം അഹ്ലുബൈത്തിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. അങ്ങനെ അദ്ദേഹം കുറേ ചോദ്യം അന്നത്തെ ആളുകൾക്ക് മുമ്പിലിട്ടെടുത്തു. ഈസാ അലൈഹിസ്സലാം മരണത്തിന് ശേഷം തിരിച്ചു വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, എന്തുകൊണ്ട് മുഹമ്മദ് നബി തിരിച്ചു വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല? നബിയുടെ വസിയ്യായ അലി ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അധികാരത്തിലെത്തി? വസിയ്യ് എന്ന് പറഞ്ഞാൽ നബി തൻ്റെ പിൻഗാമിയായി വസിയ്യത്ത് ചെയ്ത ആൾക്കാണ് വസിയ്യ് എന്ന് പറയുക. അങ്ങനെയൊന്നും നബി വസിയ്യത്ത് ചെയ്തിട്ടില്ല. പക്ഷേ ഇദ്ദേഹം ആളുകളുടെ വിശ്വാസം തകരാറിലാക്കാൻ വേണ്ടി ഇദ്ദേഹം അങ്ങനത്തെ ഒരുപാട് വാദങ്ങളുമായി ആളുകളുടെ ആശയക്കുഴപ്പമുണ്ടാക്കാൻ രംഗത്ത് വന്നു. അദ്ദേഹം പറഞ്ഞു, വലിക്കുല്ലി നബിയ്യൻ വസിയ്യുൻ വ അലിയുൻ വസിയ്യി എന്ന് നബി പറഞ്ഞു എന്ന് പറഞ്ഞ് കള്ള ഹദീസുകൾ അദ്ദേഹം ഉണ്ടാക്കി. എല്ലാ പ്രവാചകന്മാർക്കും വസിയ്യുകളുണ്ട്, എൻ്റെ വസിയ്യ് അലിയാണ്.
അദ്ദേഹം അതിന് തെളിവ് പറഞ്ഞത് മൂസാ നബിയുടെ വസിയ്യായിരുന്നു യൂഷാ ഇബ്നു നൂൻ, അതുപോലെ നബിയുടെ വസിയാണ് അലി ഇബ്നു അബി താലിബ്. മുഹമ്മദുൻ ഖാത്തമുൽ അംബിയായി വ അലിയുൻ ഖാത്തമുൽ ഔസിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാരുടെ അവസാനത്തെ ആളാണ്, അലി റളിയല്ലാഹു അൻഹു വസികളുടെ അവസാനത്തെ ആളാണ് എന്നൊക്കെയുള്ള കള്ളമായ വാദങ്ങൾ അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ ഏത് കാലത്തുണ്ടാവുമല്ലോ, അതൊക്കെ വിശ്വസിക്കാൻ കൊള്ളുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അങ്ങനെ അദ്ദേഹം ഈ രഹസ്യ അജണ്ടയുമായി നാട്ടിൽ ഇങ്ങനെ നടക്കുമ്പോൾ അദ്ദേഹത്തെ അന്നത്തെ ഗവർണർ പിടികൂടി. അബ്ദുല്ലാഹിബിൻ ആമർ ബസറയിൽ വെച്ച് അദ്ദേഹത്തെ പിടികൂടി. നിങ്ങൾ ആരാന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ റജുലും മിൻ അഹ്ലിൽ കിതാബ് റഗൈബ ഫി ജിവാരിക വ റഗൈബ ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ താല്പര്യപ്പെട്ട് ഇസ്ലാമിൽ വന്ന ഒരു അഹ്ലു കിതാബിൽപ്പെട്ട ഒരാളാണ് എന്ന് പറഞ്ഞ മുമ്പ് രക്ഷപ്പെട്ടു. ഇദ്ദേഹം അതുവരെ ഇസ്ലാമിക ലോകത്തിന് പരിചയമില്ലാത്ത കുറേ ആശയങ്ങൾ കൊണ്ടുവന്നു. എന്തൊക്കെയാണത്? ഒന്ന് വസിയ്യ, അതായത് നബിയുടെ പിൻഗാമി നബി വസിയ്യത്ത് ചെയ്ത ചില വസിയ്യകളുണ്ട് എന്ന ഒരു ആശയം ഇയാൾ ജനങ്ങളെ പഠിപ്പിച്ചു. മറ്റൊന്ന് റുജ്അ, ഇതൊക്കെ ജൂതന്മാരുടെ ആശയങ്ങളാണ്. മരിച്ചുപോയ പ്രവാചകന്മാർ അല്ലെങ്കിൽ ഔസിയാക്കൾ തിരിച്ചു വരുമെന്ന വാദം. ഇപ്പോൾ ജൂതന്മാർ ഉസൈറിനെ കുറിച്ചൊക്കെയുള്ള അദ്ദേഹം 100 ദിവസം മരിച്ചു പുനർജനിപ്പിച്ച സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ റുജ്അയിൽ വിശ്വസിക്കുന്നവരാണ്. ഇതേ ജൂതന്മാരുടെ വാദം ജൂതനായ ഇയാൾ ഇസ്ലാമിൽ കടത്തിക്കൂട്ടി. അലിയും മറ്റെല്ലാ 12 ഇമാമാരും ഈ ലോകത്ത് തിരിച്ചു വരും, എന്നിട്ട് ഈ ലോകത്ത് നീതി നടപ്പാക്കുമെന്ന് ഇവർ ജനങ്ങളെ പഠിപ്പിച്ചു. മറ്റൊന്ന്, ഇതുപോലുള്ള പല വിശ്വാസങ്ങളും ഇദ്ദേഹം അള്ളാഹുവിന് തെറ്റ് സംഭവിക്കും, അള്ളാഹു തിരുത്തും, അതിന് ബദാ എന്നാണ് പറയുക. ഒബദാ എന്ന ആയത്തുണ്ടല്ലോ, ഒബദാലവും സയ്യാത്തിമാമിലും എന്നൊക്കെയുള്ള ആയത്തുകളുണ്ടല്ലോ. അപ്പോൾ ഇതുപോലുള്ള ആയത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവർ അള്ളാഹുവിന് ആദ്യം ഒരു നിലപാടായിരിക്കും, പിന്നെ തെറ്റ് ബോധ്യപ്പെടുമ്പോൾ മറ്റൊരു നിലപാടായിരിക്കും എന്ന ബദാ തുടങ്ങിയ പല വാദങ്ങളും ഇവർ ഇസ്ലാമിൽ കടത്തിക്കൂട്ടി. ഇയാളാണ് ഒരുപാട് ഫിത്നക്ക് കാരണക്കാരൻ. മക്കയിലും മദീനയിലും സഹാബികൾ ജീവിക്കുന്നത് കൊണ്ട് മക്കയിലും മദീനയിലും ഇയാളുടെ പ്രബോധനം വിജയിച്ചില്ല. കാരണം സഹാബികൾ ഒരിക്കലും അംഗീകരിക്കില്ല. അപ്പോൾ ഇയാൾ സഹാബികളില്ലാത്ത ബസറയിലും കൂഫയിലും മിസ്റിലും ഷാമിലും പോയിട്ട് ഒറ്റക്ക് അയാളുടെ ദഅവത്ത് നടത്തി. അവിടെ നിന്നൊക്കെ കുറച്ച് ആളുകൾ അദ്ദേഹത്തിന് കിട്ടി. കാരണം അവിടെ പുതു മുസ്ലിങ്ങളും അതുപോലെ വേറെങ്കിലും താല്പര്യത്തിന് ഇസ്ലാമിലേക്ക് വന്ന ആളുകളും മുനാഫിക്കുകളും അറാബികളൊക്കെ ഉള്ള ആളുകളെ ഇയാൾ കിട്ടി. അവർ ഇയാളെ പിന്നാലെ കൂടി. പിന്നെ ഇയാൾ ആയിഷാ ബീവിയുടെ പേരിൽ വരെ കത്തുകൾ അയച്ചു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ്റെ ഭരണം മോശമാണ്, അതുകൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തിനെതിരിൽ ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷാ ബീവിയുടെ പേരിൽ കള്ളക്കത്തുകൾ അയച്ചു. ഈ കള്ളക്കത്തുകളെയൊക്കെ വേഷം മാറി ആളുകൾക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ ഇവരാണ് ഇതിന് തുടക്കം കുറിച്ചത് ഇസ്ലാമിക സമൂഹത്തിൽ. ഭരണാധികാരികളെ എതിർക്കുക, നിലവിലുള്ള ഭരണാധികാരി പോക്കാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് ഇഖ്വാനുൽ മുസ്ലിമൂനൊക്കെ, സൗദി അറേബ്യ ഭരണാധികാരി അവിടെ പോക്കാണ്, അവിടെ ദീനിനെതിരാണ്, അവിടെ മറ്റേതാണ് മറിച്ചാണ്. എന്നാൽ അതിനേക്കാൾ ഇസ്ലാമിനെതിരായ ഇറാനെയും തുർക്കിയെയും വളരെ ബിദ്അത്തുകളും ലലാലത്തുകളൊക്കെ ഉള്ള രാജ്യങ്ങൾ, ഫവാഹിഷുകളൊക്കെ ഉള്ള രാജ്യങ്ങളെ ഒരു പിന്തുണക്കും. എന്നാൽ താരതമ്യേന അതൊന്നുമില്ലാത്ത അറബി രാജ്യങ്ങളെ ഇവർ തകർക്കാൻ വേണ്ടി ശ്രമിക്കും. ഈ ഭരണകൂടങ്ങളെ തകർക്കുക എന്നത് ഇവരുടെ ഖവാരിജുകളുടെ ഷിയാക്കളുടെ ഒരു വിശ്വാസമാണ്. ഇയാൾ അന്നത്തെ ജനങ്ങളോട് പറഞ്ഞൊരു വാക്ക് തൊബരി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്ദഉ ബിത്തഅനി ഫീ ഉമറായിക്കും, നിങ്ങൾ നാട് കുട്ടിച്ചോറാക്കണമെങ്കിൽ നിങ്ങളുടെ ഭരണാധികാരികളെ ആക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വരിക. അന്ന് അദ്ദേഹം തുടക്കം കുറിച്ച സംഗതി ഇന്നും അറബ് വസന്തം എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷക്കണക്കിന് ജനങ്ങളെ കൊന്ന ഈ സൗറകൾ, ഖുറൂജു അലൽ ഹാക്കിം, അതിന് തുടക്കം കുറിച്ച ഇയാളാണ്. അൽഹിറു അൽ അംറ ബിൽ മഅറൂഫി വൻ നഹ്യ അനിൽ മുൻകർ തസ്തമീലു അന്നാസ്, നിങ്ങൾ അംറും ബിൽ മഅറൂഫും നഹ്യുൻ അനിൽ മുൻകറൊക്കെ എന്ത് ചെയ്യുക, അതിൻ്റെ ആളുകളായി നടിക്കുക, എന്നാൽ ആളുകളെ നിങ്ങളിലേക്ക് ആകർഷിക്കാം. അങ്ങനെ കുറേ ആളുകൾ ഇയാളുടെ ഈ കെണിയിൽപ്പെട്ട് ഭരണകൂടത്തിനെതിരിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെതിരിൽ രംഗത്ത് വന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു ഹജ്ജ് വേളയിൽ ഹിജ്റ 35 ഇയാളുടെ അനുയായികൾ ഈജിപ്തിൽ നിന്നും സിറിയയിൽ നിന്നും ബസറയിൽ നിന്നും കൂഫയിൽ നിന്നും മദീനയിൽ തമ്പടിച്ചു. അവർ 40 ദിവസം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ബന്ദിയാക്കി, വെള്ളം പോലും കൊടുക്കാതെ അങ്ങനെ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. ആര്? ഈ അബ്ദുല്ലാഹി ഇബ്നു സബഇൻ്റെ നേതൃത്വത്തിലുള്ള ഷിയാക്കൾ, അദ്ദേഹത്തിൻ്റെ അനുയായികൾ. എന്തുകൊണ്ടാണ് അവർ ഹജ്ജ് സീസൺ തിരഞ്ഞെടുത്തത് എന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹജ്ജ് സീസണിൽ മദീനക്കാരൊക്കെ മക്കത്തായിരിക്കും, ഹജ്ജിന് പോയിട്ടുണ്ടാവും. പിന്നെ ബാക്കിയുള്ള ആളുകൾ അതിർത്തി കാവലുകൾക്ക് വേണ്ടി പോയിട്ടുണ്ടാവും. അപ്പോൾ മദീനയിൽ ആളില്ലാത്ത അവസരം നോക്കി മദീനയിൽ വന്നു ഖലീഫയെ
ബന്ദിയാക്കി ബന്ധസ്ഥനാക്കി അദ്ദേഹത്തെ കൊലപ്പെടുത്തി. ഇതാണ് ഇസ്ലാമിലെ ആദ്യത്തെ ഫിത്ന. ഈ ഫിത്നയ്ക്ക് ശേഷം ഇവർ ഉണ്ടാക്കിയ ഫിത്ന, ഷിയാക്കളും ഖവാരിജികളും ഉണ്ടാക്കിയ ഫിത്ന ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണങ്ങളാണ് അറബ് ലോകത്തെ കോടിക്കണക്കിന് ജനങ്ങളെ അഭയാർത്ഥികളാക്കിയ, ലക്ഷക്കണക്കിന് ജനങ്ങളെ കൊന്ന, ദശകോടികളുടെ സാമ്പത്തിക നഷ്ടം വരുത്തിയ അറബ് വസന്തം. അതിപ്പോഴും തുടരുകയാണ് ഗസയിലും മറ്റൊക്കെ ആയിട്ട്. വലിയ വിഷയമാണ്, അത് പറയാൻ നമുക്കൊരുപാട് സമയം ആവശ്യമാണ്. ഇങ്ങനെ ഇയാൾ അലിയുല്ലാഹുവിൻ്റെ കാലത്ത് ഉസ്മാൻ കൊല്ലപ്പെട്ടു. പിന്നെ അലിയുല്ലാഹിൻ്റെ കാലത്ത് അദ്ദേഹം അലിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, അന്ത ഹുവ, നീ തന്നെയാണ്, താങ്കളാണ് അള്ളാഹു. വഖദ് ഉൽഖിയ ഫീ റൂഇ അന്നക അന്തല്ലാഹ്, എൻ്റെ ഹൃദയത്തിൽ ഇടപെട്ടിരിക്കുന്നു നിങ്ങൾ തന്നെയാണ് അള്ളാഹു എന്ന്. വഇന്നീ നബിയുൻ, നിങ്ങളല്ലാണ്, ഞാൻ നബിയാണ്. ഖാല, അപ്പോൾ ഇത് കേട്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വൈലക് ഖദ് സഖിറ മിൻക ശൈത്താൻ, നാശം, പിശാച് പോലും നിന്നെ പരിഹസിക്കുന്നു, അത്ര വൃത്തികെട്ട വാദമാണ് നീ പറയും. ഈ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ നാട്ടിൽ നിന്ന് പുറത്താക്കി മദായിനിലേക്ക് ഓടിച്ചു എന്നും കൊന്നു എന്നൊക്കെ ചരിത്രത്തിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വാദം നിരാകരിച്ചു. കാരണം അലി റളിയല്ലാഹു അൻഹു സഹാബിയാണ്, നബിയുടെ പ്രധാനപ്പെട്ട അനുയായിയാണ്. ഇയാൾ അങ്ങനെ വസീയത്ത്, റുജിഅത്ത്, അതുപോലെ ഇസ്മത്ത്, പിന്നെ ഈ ഷിയാക്കളുടെ ഇമാമുമാർക്ക് ഇസ്മത്തുണ്ട് എന്ന വാദം, പാപസുരക്ഷിതത്വമുണ്ട് എന്ന വാദം. നമ്മൾക്ക് ഇസ്മത്ത് ആർക്ക് മാത്രമേ ഉള്ളൂ? പ്രവാചകന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഷിയാക്കൾ എന്ത് വിശ്വസിക്കുന്നു? അവരുടെ ഇമാമുമാർക്കൊക്കെ ഇസ്മത്തുണ്ട്, പാപസുരക്ഷിതരാണ് എന്ന് പറയും. ഇതെല്ലാം ഇവർ ജൂതന്മാരിൽ നിന്ന് സ്വീകരിച്ച വാദങ്ങളാണ്. അപ്പോൾ ജൂതായിസം ഇസ്ലാമിൽ കടത്തിക്കൂട്ടാൻ വേണ്ടി വന്ന ഒരാശയമാണ്. അലി റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ ഇയാൾ പറഞ്ഞെന്തരോ, നിങ്ങൾ അലിയുടെ തലച്ചോറ് 70 തളികകളിലാക്കി കൊണ്ടുവന്നാലും ഞാൻ അദ്ദേഹം മരിച്ചു എന്ന് വിശ്വസിക്കുകയില്ല എന്നാണ്. അദ്ദേഹം ഒരിക്കലും മരിച്ചിട്ടില്ല, അദ്ദേഹം ഒരിക്കലും കൊല്ലപ്പെട്ടിട്ടില്ല, അദ്ദേഹം ഒരിക്കലും മരിക്കുകയുമില്ല, ഈ ലോകം മുഴുവൻ അദ്ദേഹം ഭരിക്കാതെ എന്ന്. ഇതാണ് ഷീസത്തിൻ്റെ സിദ്ധാന്തം അഥവാ വിശ്വാസം. അറബികൾ മുഴുവൻ വാളുമായിട്ട് വന്നാലും അദ്ദേഹം കൊല്ലുകയില്ല. അദ്ദേഹമാണ് ഈ അന്തരീക്ഷത്തിൽ ഇടിനാദം കേൾക്കുന്ന ഈ ശബ്ദവും ആ മിന്നൽ പിണറുകളുടെ വെളിച്ചവും ഒക്കെ അദ്ദേഹമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. റൂഹുൽ ഖുദുസ്, പരിശുദ്ധ ആത്മാവ്, ആദ്യം ഈസാ നബിയിലുണ്ടായി, പിന്നീട് നമ്മുടെ നബിയിലുണ്ടായി, പിന്നീട് അലിയിലുണ്ടായി എന്നാണ് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത്. നമ്മളും ഷിയാക്കളും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം ഒറ്റയടിക്ക് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇസ്ലാം കാര്യം 5 ഷഹാദത്ത്, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. ഷിയാക്കൾക്ക് ഇസ്ലാം കാര്യമാണ്, അതിൽ ഷഹാദത്തില്ല. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, വിലായത്ത്, ഇതാണ് ഷിയാക്കളുടെ ഈ ഇസ്ലാം കാര്യം. വിലായത്ത് അഥവാ ഈ ഇമാമുമാരുടെ വിലായത്താണ് ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇസ്ലാം കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അവരുടെ 12 ഇമാമുമാരിലുള്ള വിലായത്ത്, ഇമാമത്ത്, അതാണ് അവരെ നമ്മളെയും ഇന്ന ഇൻകാറൽ ഇമാമത്തി ഷർറും മിൻ ഇൻകാരിൻ നുബുവ, അവരുടെ ഫലി എന്ന പണ്ഡിതൻ പറയുകയുണ്ടായി, ഇമാമത്തിനെ നിഷേധിക്കുന്നത് നുബുവത്തിനെ നിഷേധിക്കുന്നതിനേക്കാൾ. അപ്പോൾ നമ്മളൊക്കെ എന്താണ്? അവരുടെ വിലായത്തിനെ നിഷേധിക്കുന്നവരാണ്, അതുകൊണ്ട് നമ്മളൊന്നും മുസ്ലിങ്ങളല്ല എന്നാണ് ഷിയാക്കളുടെ വിശ്വാസം. അൽ ഇമാമത്തു ലുത്തുഫുൻ ഖാസ് ആമുൻ വൻ നുബുവത്തു ലുത്തുഫുൻ ഖാസുൻ. ഇമാമത്താണ് ഏറ്റവും വ്യാപകമായിട്ടുള്ള അള്ളാഹുവിൻ്റെ ലുത്തുഫ്, നുബുവത്ത് ഖാസായ ലുത്തുഫേ ഉള്ളൂ. നുബുവത്ത് ചെറുതാണ്, ഇമാമത്ത് വലുതാണ്. അള്ളാഹു ഒരു നബിയെ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ നബിയോട് പറയും, നിൻ്റെ പിൻഗാമിയായ ഇമാമ ആരാണ് എന്നത് നബിയോട് പറയുകയും നബി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്യും എന്നാണ് ഷിയാക്കളുടെ വിശ്വാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം പൂർത്തിയായപ്പോൾ, തൻ്റെ ദിവസങ്ങൾ അവസാനിച്ചപ്പോൾ അള്ളാഹു നബിയോട് കൽപ്പിച്ചു, ഖദ് ഖലൈത നൗബതക, നിങ്ങളുടെ ഊഴം കഴിഞ്ഞു ഇഹലോകത്തിലെ. വസ്തക്മൽത അയ്യാമക ഫജ്അലിൽ ഇൽമല്ലദീ ഇൻദക വൽ ഈമാന വൽ ഇസ്മൽ അക്ബർ വമീറാസ ഇൽമിൻ നുബുവ ഫീ അഹ്ലി ബൈതിക ഇൻദ അലി ഇബ്നു അബീ ത്വാലിബ്. നിങ്ങളുടെ നുബുവത്തിൻ്റെ പൈതൃകം, നിങ്ങളുടെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അറിവ്, ഈമാന്, ഇസ്മുൽ അക്ബർ, ഇതെല്ലാം നിങ്ങളുടെ അഹ്ലു ബൈത്തിൽപ്പെട്ട അലിക്ക് കൊടുക്കുക എന്ന് അള്ളാഹു നബിയോട് പറഞ്ഞു. അങ്ങനെ അലി നബിയുടെ 1ാമത്തെ ഇമാമായി, 2ാമത്തെ ഇമാം അലിയുടെ മകൻ ഹസൻ, 3ാമത്തെ ഇമാം അലിയുടെ മകൻ ഹുസൈൻ, 4ാമത്തെ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അലിയുൻ സൈനുൽ ആബിദീൻ, പിന്നെ മൂസൽ കാലിം, ജഅഫർ സാദിഖ്, അലിയുല്ലാദി, അങ്ങനെ അവസാനം 12ാമത്തെ ഇമാം ഹസനുൽ അസ്കരി. ഇങ്ങനെ 12 ഇമാമുകളിലൂടെ ഇവരാണ് പ്രവാചകന്മാരെക്കാളൊക്കെ മികച്ചവർ. അവരിലാണ് പ്രവാചകത്വത്തിൻ്റെ താക്കോൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽപ്പിച്ചിട്ടുള്ളത് എന്നതാണ് ഷിയ വിശ്വാസം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇൽമ് എല്ലാവരിലേക്കും അത് സഹാബത്തിന് മൊത്തം കൊടുത്തു. പിന്നീട് ആ ഇൽമ് ഹദീസ് എന്ന പേരിൽ നമ്മൾ
ഇമാം ബുഖാരി, മുസ്ലിം അതുപോലുള്ള മുഹദ്ദിസുകൾ ക്രോഡീകരിച്ചു. ഇൽമ് ആരുടെയും കുത്തകയോ നുബുവത്തിൻ്റെ വറാസത്തെ ഏതെങ്കിലും കുടുംബത്തിൻ്റെ സ്വത്തോ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നൽകിയിട്ടാണ് ഈ ലോകത്ത് നിന്ന്. എന്നാൽ ഷിയാക്കൾ പറയുന്നു അലി പറഞ്ഞു എന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹ, ഞാനാണ് വിജ്ഞാനത്തിൻ്റെ പട്ടണം, ആ പട്ടണത്തിലേക്ക് കടക്കാനുള്ള വാതിൽ അലിയാണ്. ഇത് നമ്മൾ അഹ്ലുസ് സുന്നൻ്റെ ഹദീസിൻ്റെ കിതാബിൽ വരെയുണ്ട് ഈ ഹദീസ് എന്ന് പറയുന്ന ഈ കാര്യം. ഇങ്ങനെ ഇവർ ഒരുപാട് ഹദീസുകളൊക്കെ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി സമൂഹത്തിൽ പ്രചരിപ്പിച്ചു. അതിൻ്റെ പലതും നമ്മുടെ ഗ്രന്ഥങ്ങളിലും കടന്നുകൂടി. പക്ഷേ നമുക്ക് ഹദീസ് സ്വീകരിക്കാനുള്ള ഇൽമുൽ ഹദീസ് ഉണ്ട്, പിന്നെ മാനദണ്ഡങ്ങളുണ്ട്. അത് വെച്ചിട്ട് നമുക്കിതൊന്നും ഹദീസല്ല എന്ന് നമുക്ക് സ്ഥാപിക്കാൻ അള്ളാഹു ഖുർആനിനെ സംരക്ഷിച്ചതുപോലെ ഹദീസിനെയും സംരക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഷിയാക്കളുടെ വിശ്വാസം. അള്ളാഹു തആല നബിക്കൊരു കിതാബ് ഇറക്കി. എന്നിട്ട് ആ കിതാബിനെ പറ്റി നബിയോട് പറഞ്ഞു, യാ മുഹമ്മദ് ഹാദാ വസിയ്യത്തുക ഇലൻ നുഖ്ബ മിൻ അഹ്ലിക, ഇത് നിങ്ങളുടെ അഹ്ലിൽപ്പെട്ട ഒരു ക്രീമായ ആളുകൾക്ക്, തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള വസിയ്യത്താണ്. അപ്പോൾ ഒമൻ നുഖ്ബ യാ ജിബ്രീൽ, അപ്പോൾ നബി ചോദിച്ചു ആരാണ് ഈ ക്രീം? ഖാല ഹുവ അലിയുൻ വകാന അലൽ കിതാബി ഖവാത്തിമ മിൻ ദഹബ് ഫദഫഅഹു ഇലാ അമീരിൽ മുഅ്മിനീൻ സുമ്മ ദഫഅഹു ഇലൽ ഉസൈദ് വഹകദ കുല്ലു വാഹിദിൻ ലിമാ ബഅദഹു. അപ്പോൾ ഒരു പ്രത്യേക സീലൊക്കെ ചെയ്തിട്ടുള്ളൊരു കിതാബ് നബിക്ക് ജിബ്രീൽ കൊടുത്തു. ജിബ്രീൽ അത് നബി അത് അലിക്ക് കൊടുത്തു. പിന്നീട് അലി അടുത്ത ഇമാമിന് കൊടുത്തു. ഇതാണ് അവരുടെ വിശ്വാസം. നമ്മുടെ അഹ്ലുസ് സുന്നയുടെ വിശ്വാസത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ദീനാണ് ഷീസം. അല്ലാതെ ഒരു മദ്ഹബല്ല, അല്ലെങ്കിൽ ഒരു പാർട്ടിയല്ല. അത് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ദീനാണ്. അവർ പറയുന്നു ഇത്തഫഖൽ ഇമാമിയ അന്നമൻ അൻകറ ഇമാമത്ത് അഹദിൻ മിനൽ അഇമ്മ വജഹദ മാ ഔജബഹു അല്ലാഹു ലഹു മിൻ ഫർളി തഅ ഫഹുവ കാഫിറുൻ ളാല്ലുൻ യസ്തഹിഖുൽ ഖുലൂദ ഫിന്നാർ. അവരുടെ ബിഹാറുൽ അൻവാർ എന്ന കിതാബിലെ 23-ാമത്തെ വാള്യത്തിൽ 290-ാമത്തെ പേജിലുള്ള ഈ ബിഹാറുൽ അൻവാർ 150 വാള്യമുള്ള കിതാബാണ്. അതിൽ 23-ാമത്തെ വാള്യത്തിൽ 290. ഇതെന്താ പറയുന്നത്? ഷിയാക്കളുടെ 12 ഇമാമുമാരിൽ ഏതെങ്കിലും ഒരു ഇമാമിൻ്റെ ഇമാമത്ത് ആരെങ്കിലും നിഷേധിച്ചാൽ, അവരോടുള്ള അനുസരണം ആരെങ്കിലും നിരാകരിച്ചാൽ അവൻ കാഫിറാണ്, ളാല്ലാണ്, മുദില്ലാണ്, വഴിവേഴ്ചവനും വഴിവേപ്പിക്കുന്നവനുമാണ്, എന്നെന്നും നരകത്തിൽ ശാശ്വതവാസി. അപ്പം നമ്മളൊക്കെ ഷിയാക്കളുടെ വിശ്വാസപ്രകാരം ആരാണ്? കാഫിറാണ്, ളാല്ലാണ്, മുദില്ലാണ്, മുസ്തഹിക്കുൻ അൽ ഖുലൂദ് ഫിന്നാറാണ്. കാരണം നമ്മളാരും അവരെ 12 ഇമാമാരിൽ വിശ്വസിക്കുന്നില്ല. അപ്പോൾ വിശ്വസിക്കാത്ത ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളെക്കുറിച്ചും ഇവരുടെ വിശ്വാസത. മാത്രമല്ല ഇങ്ങനെ വിശ്വസിക്കാത്തവരെ കൊല ചെയ്യുന്നത് പുണ്യമാണ് എന്നും അവരുടെ കിതാബിലും. അബൂബക്കർ റളിയല്ലാഹുവിന് അലി റളിയല്ലാഹുവിൻ്റെ ഇമാമത്ത് തട്ടിയെടുത്ത ആളാണ്. അതുകൊണ്ട് അബൂബക്കറിനെ ആരെങ്കിലും അംഗീകരിച്ചാൽ അവനെന്ത് ചെയ്യണം? അവൻ്റെ രക്തം ചിന്തൽ പുണ്യമാണ് എന്നാണ് ഷിയാക്കളുടെ വിശ്വാസം. ഈ വിശ്വാസമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരാൾ യുക്തിവാദിയായ അയാളെ നമ്മളെ കൊല്ലൂല, ഒരാൾ ചേകനൂരിയായാലും നമ്മളെ കൊല്ലൂല, ഒരാൾ ഖാദിയാനിയായാലും നമ്മളെ കൊല്ലണം എന്നയാൾ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഒരാൾ ഷിയയായാൽ അബൂബക്കർ റളിയല്ലാഹുവിനെ അംഗീകരിക്കുന്നവരെ അവരെ രക്തം ചിന്തൽ പുണ്യമാണെന്ന് ഇന്ത്യ രാജ്യത്ത് അത്തരം വിശ്വാസമുള്ള 6 കോടി ജനങ്ങളുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഷിയാക്കൾ ഇറാൻ കഴിഞ്ഞാൽ ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അത് കേരളത്തിലും ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. കർണാടകയിലും പല ദർഗകളും സൂഫി ദർഗകളുടെ ഷിയാക്കളുടെ കയ്യിലാണ്. അവരാണ് എൻ്റെ മേൽനോട്ടക്കാർ. അവരുടെ പള്ളികളിൽ ഈ ഷീയ ആചാരപ്രകാരമാണ് ഈ കർണാടകയിൽ സഞ്ചരിച്ചൊരു സുന്നി പണ്ഡിതൻ എന്നോട് പറഞ്ഞതാണ്. അതുകൊണ്ട് കർണാടകയും കേരളമൊക്കെ ശ്രദ്ധിക്കേണ്ട, ജാഗ്രത പുലർത്തേണ്ട പ്രദേശങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൾ. ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഷിയാക്കൾ ആരാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഷിർക്ക്, കുഫ്രി എന്ന് പറഞ്ഞാൽ അമീറുൽ മുഅ്മിനീൻ്റെയും അയിമ്മത്തിൻ്റെയും അഥവാ അലിയുടെയും പിൻഗാമികളുടെയും ഇമാമത്തിനെ നിഷേധിക്കുന്നവർക്ക് പറയുന്ന പേരാണ് മുശ്രിക്ക്, കാഫിർ എന്ന് അവരുടെ ബിഹാറുൽ അൻവാറിൽ 23-ാമത്തെ പേജിൽ 23-ാമത്തെ വാള്യത്തിൽ 395-ാമത്തെ പേജിൽ പറയുന്നു. അപ്പോൾ ഈ വിഷയം പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അത് പറഞ്ഞാൽ തന്നെ നമ്മൾ സമയം തീരും. അപ്പോൾ പെട്ടെന്ന് ചില പോയിന്റുകൾ മാത്രം പറയാനാണ് ഇപ്പോൾ നമുക്ക് സാധിക്കുള്ളൂ. എന്താണ് ഇമാമന്മാരുടെ പ്രത്യേകത? അള്ളാഹുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിപ്പ് നൽകിയവരാണ്. ഇന്നയാൾ മരിച്ചാൽ ഇന്നയാളാണ് ഇമാമ്. അങ്ങനെ 12 ഇമാം. ഒരു ജഅഫർ സാദിഖ് പറയുന്നു, അവരുടെ 6-ാമത്തെ ഇമാമാണ് ജഅഫർ സാദിഖ്. ഇന്നീല അഅലമു മാഫിസ് സമാവാതി വ മാഫിൽ അർളി വ മാഫിൽ ജന്നതി വ മാഫിൻ നാരി വ അഅലമു മാ യകൂനു വ മാ കാന. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കിതാബാണ് ഉസൂൽ അൽ കാഫി എന്ന കിതാബ്. സുന്നികളുടെ ബുഖാരിയുടെ സ്ഥാനത്തുള്ള കിതാബാണ് അൽ കാഫി. കാഫിക്ക് 3 ഭാഗങ്ങളാണ്. ഒന്ന് ഉസൂലുൽ കാഫി, അഖീദ പറയുന്ന ഭാഗം. 2 ഫുറൂഉൽ കാഫി, ഫിഖ് പറയുന്ന ഭാഗം. 3 റൗളയിൽ എല്ലാം കൂടി പറയുന്ന ഭാഗം. അങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് കാഫി എന്ന
കിതാബ് ഹിജ്റ 300കളിൽ ജീവിച്ച അബൂ ജഅഫറുൽ കുലൈനി എന്ന ആളാണ് ഈ കാഫിയുടെ കർത്താവ്. ഈ കാഫിയിൽ 5000-ഓളം ഹദീസുകളിലുണ്ട്. പക്ഷെ ഇതൊന്നും ഹദീസല്ല, നബിയുടെ പേരിൽ കളവ് എഴുതപ്പെട്ട വാക്കുകളാണ് ഈ 5000 ഹദീസുകളും. ഈ ജഫർ സാദിഖ് എന്ന ആൾ അതിന് ഉത്തരവാദിയല്ല. അദ്ദേഹം മരിച്ചതിന് ശേഷം കൂഫയിലെ ഹദീസ് ഫാക്ടറികളിൽ നിർമ്മിക്കപ്പെട്ട ഹദീസുകളാണ് ഷിയാക്കളുടെ ഹദീസുകൾ. ജൂതന്മാരും ജിന്ദീഖുകളും മജൂസികളും എല്ലാം കൂടിയാണ് ഷിയാക്കളുടെ ഹദീസ് നിർമ്മിച്ചു കൊടുത്തത്. അലിയുടെ മഹത്വത്തിൽ മാത്രം 3 ലക്ഷം ഹദീസുകൾ അവർ അവരുടെ കൂഫയിലെ ഹദീസ് ഫാക്ടറികളിൽ നിർമ്മിക്കുകയുണ്ടായി. അത്രമാത്രം അപകടകരം. അത് പലതും പിന്നീട് അഹ്ലുസുന്നയുടെ കിതാബുകളിൽ സ്ഥാനം പിടിക്കുകയുണ്ടായി. ഇപ്പോൾ വളരെ ഗുരുതരമായ, വളരെ അപകടകരമായ അവസ്ഥയാണ്. ഞാൻ ആകാശത്തും ഭൂമിയിലും സ്വർഗത്തിലും നരകത്തിലും വരാൻ പോകുന്നതും കഴിഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും പിന്നെ അള്ളാഹുവും ദൈവം തമ്മിൽ എന്താ വ്യത്യാസം എനിക്കറിയാമെന്നാണ് ഷിയാക്കളുടെ 6ാമത്തെ ഇമാമിൻ്റെ പേരിൽ, ജഫർ സാദിഖിൻ്റെ പേരിൽ അവർ കെട്ടിച്ചമച്ച ഒരു ഹദീസ്. ലൗ കുന്തു ബൈന മൂസ വൽ ഖദിർ അഖ്ബർതുഹുമാ അന്നി അഅലമു മിൻഹുമാ ലിഅന്നഹുമാ ഉഅ്തിയ ഇൽമു മാ കാന വലം യുഅ്തയ ഇൽമു മാ യകൂൻ വമാ ഹുവ കായിനുൻ അത്തസ്സാ. മൂസയുടെയും ഖദിറിൻ്റെയും അടുത്ത് ഞാനുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അവരോട് പറയുമായിരുന്നു, നിങ്ങൾക്ക് കഴിഞ്ഞ സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരമേ കിട്ടിയിട്ടുള്ളൂ, എനിക്ക് അന്ത്യനാൾ വരെയുള്ള മുഴുവൻ സംഭവങ്ങളുടെയും കഴിഞ്ഞ കാര്യങ്ങളുടെയും വിവരം എനിക്കറിയാം. ഉസൂൽ കാഫി 1-ാം വാള്യം 261-ാമത്തെ പേജ് ഉള്ളൊരു ഹദീസാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ്. അവരുടെ ഇമാമുമാർ മരിക്കുന്നത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. അവർ തിരഞ്ഞെടുക്കും തങ്ങൾ എപ്പോൾ മരിക്കണം എന്നത്, അവർ സെലക്ട് ചെയ്യുന്നതാണ് എന്നതൊക്കെ അവരുടെ കിതാബുകളിൽ. അപ്പോൾ ഇതൊക്കെ പണ്ടത്തെ കിതാബിലുള്ളതാണ്. ഹുമൈനിയൊന്നും അങ്ങനത്തെ വിശ്വാസക്കാരനല്ല. ഷിയാക്കളിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, 73 ഗ്രൂപ്പുകളുണ്ട്. അതിലുള്ള ചില പെച്ച ആൾക്കാരുടെ വിശ്വാസമാണ് ഇത്. ഹുമൈനിയൊക്കെ നല്ല മുസ്ലിമാണ് എന്നാണ് നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിക്കാരൊക്കെ നമ്മുടെ നാട്ടിലെ വിവരമില്ലാത്ത ആളുകളോട് പറയാറുള്ളത്. ഹുമൈനിയുടെ അൽ ഹുക്കൂമത്തുൽ ഇസ്ലാമിയ, ഇസ്ലാമിക ഗവൺമെൻറ് എന്ന പുസ്തകത്തിൽ മലയാളത്തിലേക്ക് സി ഹംസ സാഹിബ് പരിഭാഷപ്പെടുത്തിയ പുസ്തകമാണ്. അതിലുള്ളൊരു വാക്ക്, ഇന്നലി അയിമ്മത്തിന മഖാമൻ മഹ്മൂദൻ വ ദറജത്തൻ സാമിയത്തൻ വ ഖിലാഫത്തൻ തക്വീനിയത്തൻ തഖ്ലഉ ലി വിലായത്തിഹ ജമീഅ ദുറാത്തി ഹാദൽ ഖൗൽ വ ഇന്ന മിൻ ളറൂറിയാതി മദ്ഹബിന അന്നലി അയിമ്മത്തിന മഖാമൻ മഹ്മൂദൻ ലാ യബ്ലുഗുഹു മലക്കുൻ മുഖറബുൻ വലാ നബിയുൻ മുർസലുൻ. ഖുമൈനി പറയുന്നു, നമ്മുടെ ഇമാമമാർക്ക്, ഈ 12 ഇമാമമാർക്ക് അത്യുന്നതമായ സ്ഥാനവും പദവിയുമുണ്ട്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന പ്രാപഞ്ചിക അധികാരമുണ്ട്. ഖിലാഫത്തുൻ തക്വീനിയ, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ദുർറ അണുകളെപ്പോലും ആറ്റമിനെ പോലും അടക്കി ഭരിക്കുന്ന പവർ നമ്മുടെ ഇമാമമാർക്കുണ്ട്. നമ്മുടെ മദ്ഹബിൻ്റെ അഥവാ ഷീഈ മദ്ഹബിൻ്റെ അനിവാര്യമായ വിശ്വാസമാണ് നമ്മുടെ ഇമാമമാരുടെ സ്ഥാനം മുഖറബായ മലക്കിനോ മുർസലായ നബിയോ ആ ഇമാമിൻ്റെ സ്ഥാനത്തെത്തുകയില്ല. ഇതുപോലുള്ള വിശ്വാസത്തിൻ്റെ പേരിലാണ് ലോകത്തെ പണ്ഡിതന്മാർ ഹുമൈനി കാഫിറാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് വാദങ്ങൾ, ലിമാദ അഫ്താ ഉലമാ ഉൽ മുസ്ലിമീന ബികുഫ്രിൽ ഹുമൈനി, ഹുമൈനി കാഫിറാണ് എന്ന് ലോക മുസ്ലിങ്ങൾ എന്തുകൊണ്ട് ഫത്വ നൽകി എന്ന് ഈ പുസ്തകത്തിൽ ഹുമൈനി കാഫിറായ കാര്യങ്ങൾ അക്കമിട്ടുകൊണ്ട് പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു കാരണമാണ് പ്രവാചകന്മാരെക്കാൾ ഇമാമുകൾക്ക് പദവി നൽകി എന്ന സാധനം. അതൊക്കെ പറയണമെങ്കിൽ ദിവസങ്ങളോളം നിങ്ങൾ മുമ്പിൽ ഇരിക്കേണ്ടി വരും. അത്രമാത്രം വിശാലമായ വിഷയമാണ്. ഹുക്കൂമത്തുൽ ഇസ്ലാമിയയുടെ 52-ാമത്തെ പേജിലാണ് ഈ ഉദ്ധരണിയുള്ളത്. ഇന്ന ദുന്യാ ബിയദിൽ ഇമാം, നമ്മളെ CM മടവൂരിനെ പറ്റിയൊക്കെ നമ്മളെ ചില ആൾക്കാർ പറയുന്നത് പോലെ, ഇന്ന ദുന്യാ ബിയദിൽ ഇമാം, ലോകം ഇമാമിൻ്റെ കയ്യിലാണ്. യലൗഹ ഐസു യശ, അയാൾ ഉദ്ദേശിച്ച രീതിയിൽ എന്ത് ചെയ്യും, ഈ ഭൂമിയെ, ഈ ദുന്യാവിനെ അവരുടെ ഷിയാക്കളുടെ ഇമാമമാർ ദുന്യാവിനെ കൊണ്ട് കളിക്കും. അത് ഉദ്ദേശിച്ചവർക്ക് അവർ കൊടുക്കും. വയദ്ഫഉ ലിമൻ യശ, ഉദ്ദേശിച്ചവരിൽ നിന്ന് അവർ എടുക്കും, ഉദ്ദേശിച്ചവർക്ക് അവർ കൊടുക്കും. കാഫിയിലെ 1409-ാമത്തെ ഹദീസാണ്. ഈ കാഫിയിൽ 5000-ൽ ചില്ലാൻ ഹദീസുകളുണ്ട്. ഇതിൽ ഒരു ഹദീസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. മറിച്ച് ഷിയാക്കളുടെ ഹദീസ് എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നയുടെ ഹദീസ് പോലെ നബിയുടെ വാക്കോ പ്രവൃത്തിയോ അംഗീകാരമോ അല്ല. അവരുടെ 12 ഇമാമമാരുടെ വാക്കും പ്രവൃത്തിയും അംഗീകാരവുമാണ്. ആ 12 ഇമാമമാർ അവരുടെ അഹ്ലുബൈത്തിൻ്റെ സനദിലൂടെ പറയപ്പെട്ടതിനാണ് ഹദീസ് എന്ന് പറയുക. ആ സനദിലുള്ള എല്ലാവരും അഹ്ലുബൈത്തിൽപ്പെട്ടതായിരിക്കണം. ആ പറഞ്ഞത് ആരായിരുന്നാൽ മതി, നബി ആകണ്ട. ഈ 12 ഇമാമമാരിൽ ആരെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ഹദീസാണ് ഷിയാക്കൾ.
അപ്പം നബി പറഞ്ഞു എന്നുണ്ടാവില്ല, കാല അബു അബ്ദില്ല അലൈഹി സ്വലാം അന്നഹു കാല എന്നായിരിക്കും. അബു അബ്ദില്ല പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഹദീസ് പറയുക. ആരാ അബു അബ്ദില്ല? അവരുടെ 6ാമത്തെ ഇമാമായ ജാഫർ സാദിഖിനാണ് അബു അബ്ദില്ല എന്ന് അവർ പറയാറുള്ളത്. കാല അലിയുൻ, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പറയുന്നു, അനൽ അവ്വലു വൽ ആഖിറു വൽ ളാഹിറു വൽ ബാത്തിൻ. അള്ളാഹിൻ്റെ സിഫത്താണ്. ഞാൻ അവ്വലാണ്, ആഖിറാണ്, ബാഹ്യമാണ്, ആന്തരികമാണ്. അൽ ഇഹ്തിജാജ് എന്ന കിതാബിൽ തൊബറസി, നൂരി തൊബറസി. ഇനി ഖുർആനെ കുറിച്ചുള്ളവരുടെ വിശ്വാസം എന്താ? ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന വിശ്വാസമല്ല ഖുർആനെ കുറിച്ചുള്ള വിശ്വാസം. ഷിയാക്കൾ പറയുന്നു, ഈ ഖുർആനിൽ, നമ്മളെ കയ്യിലുള്ള ഖുർആനിൽ അട്ടിമറി അഥവാ തഹരീഫ്, മാറ്റിമറിക്കൽ നടന്നിട്ടുണ്ട് എന്ന വിഷയത്തിൽ 2000-ത്തിലധികം ഹദീസുകളുണ്ട് എന്നാണ് പറയുന്നത് ഷിയാക്കൾ. നമ്മളെ കയ്യിലുള്ള ഖുർആന് മുഹറഫാണ് എന്നതിനെ അറിയിക്കുന്ന 2000-ൽ പരം ഹദീസ് അവരെ കയ്യിലുണ്ട്. അപ്പോൾ ഖുർആനിൽ അവർക്ക് വിശ്വാസമില്ല. ഞാനീ പറയുന്ന ഈ 2000-ൽ പരം ഹദീസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഷിയാക്കളുടെ ഈ കിതാബ് വായിച്ചാൽ മതി. നെറ്റിലൊക്കെ ഉള്ള കിതാബ് ഫസ്ലുൽ ഖിതാബ് ഫി തഹരീഫി കിതാബി റബ്ബിൽ അർബാബ്. അള്ളാഹുവിൻ്റെ റബ്ബുൽ അർബാബിൻ്റെ കിതാബ് തഹരീഫ് നടത്തിയിട്ടുണ്ട് എന്നതിനെ കുറിച്ച് ഫസ്ലുൽ ഖിതാബ്, ഉറപ്പ് പറയുന്ന കിതാബ്. ഈ കിതാബിൽ 2000-ത്തിലധികം ഹദീസുകളിൽ, ഷിയാ ഹദീസുകളിൽ ഖുർആൻ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് സ്ഥാപിക്കുന്ന കിതാബാണ് ഈ നൂരി തബ്രസിയുടെ ഈ കിതാബ്. തഹരീഫ്, ഖുർആനിൽ അട്ടിമറി, തഹരീഫ്, സഹാബികൾ ഖുർആൻ അവരുടെ താല്പര്യത്തിന് വേണ്ടി മാറ്റിമറിക്കൽ നടത്തിയിട്ടുണ്ട് എന്നത് അംഗീകരിക്കുന്ന ഷിയാക്കളുടെ പണ്ഡിതന്മാരുടെ കുറച്ച് ആൾക്കാരെ പേര് പറയാം. ഒന്ന് കുലൈനി, അവരുടെ ബുഖാരിൻ്റെ കർത്താവ്. 2 ബുർക്കി, നൊമാനി, തൊബറസി, മജ്ലിസി, അൽ ജസായിരി, അൽ ആമിലി, അൽ കൂനി, അൽ ഫത്തൂനി, അൽ ബഹ്റാനി തുടങ്ങിയ ഇവരുടെ പ്രമുഖമായ എല്ലാ പണ്ഡിതന്മാരും ഖുർആനിൽ അട്ടിമറി നടത്തിയിട്ടുണ്ട് എന്ന് പ്രഖ്യാപിച്ചവരും അംഗീകരിക്കുന്നവർ. അപ്പോൾ നമ്മളിത് ഇവിടുത്തെ ഏതെങ്കിലും ഷിയാക്കളെ സ്നേഹിക്കുന്നവരോട് പറഞ്ഞാൽ അവർ പറയും അതൊന്നും ഷിയാക്കളിൽ ഏതോ ഒരു വിഭാഗം ഒറ്റപ്പെട്ട, ഖുമൈനിക്കൊന്നും അങ്ങനെ വിശ്വാസമില്ല എന്നവർ. എന്നാൽ ഖുമൈനിയുടെ നേതാവായ കുലൈനി അടക്കമുള്ള അവരുടെ ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉള്ള, അവരുടെ ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉള്ള ഹദീസുകളാണ് ഖുർആൻ അട്ടിമറി നടത്തിയിട്ടുണ്ട്. പിന്നെ എങ്ങനെ ഓരോരു അനുയായി ഞാനത് അംഗീകരിക്കില്ല എന്ന് പറയാം? ഒരു അഹ്ലു സുന്നക്കാരനെ ഞാൻ ബുഖാരി അംഗീകരിക്കൂല, മുസ്ലിം അംഗീകരിക്കൂല എന്ന് പറഞ്ഞാൽ നമ്മളത് അംഗീകരിക്കൂല. അതുപോലെ ഷിയാക്കളുടെ അസഹുൽ കിതാബി ബഅദ കിതാബില്ല എന്നവർ പറയുന്ന കിതാബാണ് അൽ കാഫി. ആ കാഫിയിൽ പറഞ്ഞാൽ പിന്നെ എങ്ങനെ ഷിയാക്കൾക്ക് ഞാൻ അംഗീകരിക്കില്ല എന്ന് പറയാൻ പറ്റും? ഖുമൈനി പറയുന്നു, ഇന്ന ഉലായിക്കല്ലദീന ലാ യഅനൂന ബിൽ ഇസ്ലാമി വൽ ഖുർആനി ഇല്ലാ ലി അഗ്റാലി ദുനിയ വദ്ദിയാസ കാനൂ യത്തഖിദൂന മിനൽ ഖുർആനി വസീലതൻ ലിതൻഫീദി അഗ്റാലിഹിൽ മശ്ബൂഹ വയഹ്ദിഫൂന തിൽക്കൽ ആയാതി മിൻ സഫഹാതിഹി വയുസ്കിതൂന അൽ ഖുർആന മിൻ അല്ലാരിൽ ആലമീന ഇലൽ അബദ്. അദ്ദേഹത്തിൻ്റെ കശ്ഫുൽ അസ്റാർ എന്ന പുസ്തകത്തിലെ 131-ാമത്തെ, എൻ്റെ കയ്യിലുള്ള പുസ്തകമാണ്. ഇന്ന ഉലായിക്കല്ലദീന ലാ, ഖുർആനിനും ഇസ്ലാമിനും യാതൊരു വിലയും കൽപ്പിക്കാത്ത അവർ അഥവാ സഹാബികൾ, ഭൗതിക ലക്ഷ്യത്തിനും അധികാരത്തിനും വേണ്ടി മാത്രം ഖുർആനിനെ ആയുധമാക്കിയ അവർ, അവരുടെ വൃത്തികെട്ട ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഖുർആനിലെ ആയത്തുകൾ യഹ്ദിഫൂന, അവർ ഹദഫ് ചെയ്യുന്നു. അവർ ആയത്തുകളിൽ അവർക്ക് താല്പര്യമില്ലാത്ത ആയത്തിൽ നിന്ന് വെട്ടിമാറ്റും, അവർക്ക് ആവശ്യമുള്ള ആയത്ത് അവരവരെ ഖുർആനിൽ കടത്തിക്കൂട്ടും. അങ്ങനെ അവർ ഖുർആനിനെയും മുസ്ലിങ്ങളുടെയും ലോകത്തിൻ്റെ മുമ്പിൽ അവർ അപമാനിച്ചു. ആര്? സഹാബികൾ. നഊദു ബില്ലാഹ്. ഇത് പറയുന്നതാരാ? ഖുമൈനി അദ്ദേഹത്തിൻ്റെ കശ്ഫുൽ അസ്റാർ എന്ന പുസ്തകത്തിൽ. നമ്മൾ ഈ ഖുമൈനിയെ കേരളത്തിലും ഇവിടേക്ക് എത്ര കാലം പുകയിച്ച് നടന്നു. അയാളാണ് ഇസ്ലാമിക വിപ്ലവത്തിൻ്റെ ആൾ. സൗദി അറേബ്യയ്ക്ക് പിന്നെ മറ്റീൻ്റെ ആളാണ്, ഇതിൻ്റെ ആളാണ്. യഥാർത്ഥ മുസ്ലിം ഖുമൈനിയാണ്. അയാളുടെ വിപ്ലവമാണ് ഇസ്ലാമിക വിപ്ലവം എന്നൊക്കെ അറിവില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ 1979 മുതൽ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടതാണത്. പക്ഷേ ഖുമൈനിൻ്റെ വിശ്വാസം എന്താണ് എന്നത് ഇവിടെ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുണ്ടോ എന്നതാണ്. അപ്പോൾ അതാണ് ഈ കാഫിയിൽ ഒരു ഹദീസാണ് ഫാത്തിമയുടെ മുസ്ഹഫ് ഫാത്തിമ. അതാണ് ഷിയാക്കളുടെ വിശ്വാസത്തിലുള്ള യഥാർത്ഥ മുസ്ഹഫ് ഫാത്തിമ. ഫാത്തിമ ബീവിക്ക് അവതരിപ്പിച്ചതും അലി റളിയല്ലാഹു രേഖപ്പെടുത്തതും അലി റളിയല്ലാഹുവിൻ്റെ അടുത്തും പിന്നീട് മക്കളുടെ അടുത്തും മക്കളുടെ അടുത്തും സൂക്ഷിക്കപ്പെട്ടതും അങ്ങനെ 12-ാമത്തെ ഇമാമ് ഒളിവിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കൊണ്ടുപോയതുമായ മുസ്ഹഫ് ഫാത്തിമ. അതിൽ നിങ്ങളുടെ ഖുർആൻ്റെ 3 ഇരട്ടി ആയത്തുകളുണ്ട് എന്നാണ് ഷിയാക്കൾ പറയുന്നത്. യഥാർത്ഥ മുസ്ഹഫ് ഫാത്തിമയിൽ നിങ്ങളുടെ ഖുർആനിൽ അഥവാ നമ്മുടെ ഖുർആനിൻ്റെ 3 ഇരട്ടി ആയത്തുകളുണ്ട്. അതിൽ നിങ്ങളുടെ ഖുർആനിലെ, നമ്മുടെ യഥാർത്ഥ ഖുർആനിലെ ഒരു വരി പോലുമില്ല എന്നാണ് കാഫി എന്ന അവരുടെ ആധികാരികമായ ഗ്രന്ഥത്തിൽ അവർ പറയുന്നത്.
ഇനി സഹാബികളെക്കുറിച്ച് ഈ ഉമ്മത്തിൻ്റെ ശുഹദാക്കളായ, ഈ ഉമ്മത്തിൻ്റെ നക്കലത്തുകളായ, അഥവാ ദീന് അടുത്ത തലമുറക്ക് പകർത്തിക്കൊണ്ട് തന്ന നക്കിലീങ്ങളായ സഹാബികളെക്കുറിച്ചുള്ള അവരുടെ വിശ്വാസം എന്താ നോക്കും. ഇന്നന്നാസ് കാനു അഹ്ലരിദ്ദ ഇല്ലാ സലാസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ജനങ്ങളൊക്കെ മുർത്തദ്ദായി, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. അത് സഹാബികൾ ഇല്ലാ സലാസ, മൂന്നാളൊഴികെ. ആരാ മൂന്നാള്? അൽ മിഖ്ദാദ് ബിനുൽ അസ്വദ്, അബൂദറുൽ ഗിഫാരി, സൽമാനുൽ ഫാരിസി. ഈ മൂന്ന് പേരല്ലാത്ത എല്ലാ സഹാബികളും മുർത്തദ്ദായി, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നാണ് ഷിയാക്കൾ സഹാബികളെക്കുറിച്ച് വിശ്വസിക്കുന്നത്. ഈ ഹദീസ് അവരുടെ കാഫിയിൽ 240 പേജിൽ 8 വാള്യത്തിൽ. ഇനി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ളവരുടെ വിശ്വാസം എന്താ? നഹ്നു ബനി ഹാഷിം യഅ്മുറു കിബാറുനാ ബിസിഗാരിനാ ബിസബ്ബിഹിമാ വൽ ബറാഅത്തി മിൻഹുമാ. ഞങ്ങൾ ബനു ഹാഷിമിൽപ്പെട്ടവർ, അതായത് അഹ്ലു ബൈത്തിൽപ്പെട്ടവർ, ഞങ്ങളെ പൂർവികർ, ഞങ്ങളുടെ പിൻഗാമികൾക്ക് നൽകുന്ന ഒരു വസിയ്യത്ത് അവരെ രണ്ടാളെയും ചീത്ത പറയണമെന്നും അവരിൽ നിന്ന് ബറാഅത്ത് പ്രഖ്യാപിക്കണമെന്നും. ആരിൽ നിന്ന്? അബൂബക്കറിൽ നിന്നും ഉമറിൽ നിന്നും റളിയല്ലാഹു. ഇവരുടെ തഫ്സീറിൻ്റെ ഒരു കോലം, തഫ്സീറൊക്കെ ബാത്തിനി തഫ്സീറാണ്, ലാഹിരി തഫ്സീറല്ല. ഇസ്ലാമിക സമൂഹത്തിൽ ബാത്തിനിയത്ത് കൊണ്ടുവന്നവർ ഇവരാണ്. ഇവരിൽ നിന്ന് പിന്നീട് സൂഫികൾ അത് ഏറ്റെടുത്തു. ബാത്തിനിയത്ത് എന്താ? ബാത്തിനിയത്ത് പറഞ്ഞാൽ ഈ ഖുർആനിനൊക്കെ ഒരു ആന്തരിക അർത്ഥമുണ്ട്, അതിൻ്റെ ബാഹ്യ അർത്ഥത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അർത്ഥമുണ്ട്. അതാണ് ഷിയാക്കൾ സ്വീകരിക്കുക. നമ്മളോ അതിൻ്റെ ലാഹിറായ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുന്നവരാണ്. യൗമ യഅദ്ദുൽ ളാലിമു അലാ യദൈഹി. അക്രമി അവൻ്റെ കൈ കടിക്കുന്ന ദിവസം. ആരാ അക്രമി? അബൂബക്കർ. യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. അദ്ദേഹത്തെ ഞാൻ ആത്മമിത്രമായി സ്വീകരിച്ചിരുന്നില്ലെങ്കിൽ. ആരെ? ഉമർ റളിയല്ലാഹു അൻഹു. ഇതാണ് ഇവരുടെ തഫ്സീറിൻ്റെ കോലം. ഇന്നല്ലാഹ യഅ്മുറുക്കും ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അള്ളാഹു നിങ്ങളോട് അദലും ഇഹ്സാനും കൽപ്പിക്കുന്നു. എന്താ അദലും ഇഹ്സാനും? നമ്മൾ പറയില്ല നീതിയും നന്മയും. പക്ഷേ ഇവരർത്ഥം എന്താ? അലി ഫാത്തിമ, അലിയെയും ഫാത്തിമയെയും സ്വീകരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു. വ ഈത്ത ഇതിൽ ഖുർബ, അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കാൻ. അതിൻ്റെ അർത്ഥം എന്താ? ഹസ്സനും ഹുസൈനും. അടുത്ത ബന്ധുക്കൾ എന്താ? ഹസ്സനും ഹുസൈനും. വ യൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുങ്കർ, വൃത്തികേടിൽ നിന്നും മോശങ്ങളിൽ നിന്നും അല്ലാഹു നിങ്ങളെ തടയുന്നു. ആരാണ് വൃത്തികേടും മോശം? വൽ ബഗി, അബൂബക്കർ, ഉമർ, ഉസ്മാൻ. ഫഹ്ശാ എന്ന് പറഞ്ഞാൽ അബൂബക്കർ, മുങ്കർ എന്നാൽ ഉമർ, വൽ ബഗി എന്നാൽ ഉസ്മാൻ. നഊദു ബില്ലാഹ്. ഇതുപോലുള്ള തഫ്സീറുകളും ഇതുപോലുള്ള ഹദീസുകളും പഠിച്ചു വളരുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പ്രത്യേകം അവർക്ക് ഒരുപാട് ഹദീസുണ്ട്. അബൂബക്കർ വ ഉമർ കാഫിറാനി വ കാഫിറും മൻ അഹബ്ബഹുമാ. അബൂബക്കറും ഉമറും കാഫിറാണെന്ന് മാത്രമല്ല, അവർ ഇഷ്ടപ്പെടുന്നവരും കാഫിറാണ്. ഒരു ബിഹാറുൽ അൻവാർ എന്ന കിതാബിലുള്ള ഒരു ഹദീസാണ്. അബൂബക്കറും ഉമറും അതുപോലുള്ള ആളുകൾ പിന്നെ അവർ ശപിക്കുന്ന ധാരാളം ഹദീസുകൾ, അവരിൽ നിന്ന് ബറാഅത്ത് പ്രഖ്യാപിക്കുന്ന ധാരാളം ഹദീസുകൾ ഈ കിതാബിൻ്റെ ഒരു വാള്യത്തിലോ ഒരുപാട് വാള്യത്തിലോ ഒതുക്കാൻ പറ്റാത്ത അത്ര വന്നിട്ടുണ്ട്. ഇന്ന അബൂബക്കർ വ ഉമർ വ ഉസ്മാൻ വ മുആവിയ ഫി തവാബീത്തിൻ മിനന്നാർ. നരകത്തിലെ പെട്ടികളിലാണ് അബൂബക്കറും ഉമറും ഉസ്മാനും മുആവിയയും ഒക്കെ എന്നിവരുടെ ബിഹാറുൽ അൻവാറിലെ മറ്റൊരു ഹദീസിൽ പറയുന്നു. അവർ പറയുന്നു, നമ്മൾ ഷിയാക്കളുടെ വിശ്വാസം 4 വിഗ്രഹങ്ങളിൽ നിന്ന് നമ്മുടെ ബറാഅത്ത് നമ്മൾ പ്രഖ്യാപിക്കണം. 4 സ്ത്രീകളിൽ നിന്നും. 4 വിഗ്രഹങ്ങൾ ഏതാ? അബൂബക്കർ, ഉമർ, ഉസ്മാൻ, മുആവിയ. 4 സ്ത്രീകളേരാണ്? ആയിഷ, ഹഫ്സ, ഹിന്ദ്, ഉമ്മുൽ അക്കം. ഈ 4 സ്ത്രീകളിൽ നിന്നും ഈ 4 വിഗ്രഹങ്ങളിൽ നിന്നും. നഊദു ബില്ലാഹ്. ഇതൊക്കെ ഇവരുടെ ആധികാരികമായ മാത്രമല്ല, ഇവർക്കൊരു ദുആ ഉണ്ട്. ഖുമൈനിയൊക്കെ ചെല്ലാറുള്ളൊരു ദുആ ഉസ്വനമൈ ഖുറൈഷ്. ഖുറൈശികളുടെ 2 വിഗ്രഹങ്ങൾക്കെതിരിലുള്ള പ്രാർത്ഥന. നിങ്ങൾ നെറ്റിലടിച്ച് നോക്കിയാൽ ദുആ ഉസ്വനമൈ ഖുറൈഷ് എന്ന പ്രാർത്ഥന 3-4 പേജുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന ഖുമൈനിയൊക്കെ എന്നും ചൊല്ലിയിരുന്ന പ്രാർത്ഥനയാണ് ദുആ ഉസ്വനമൈ ഖുറൈഷ്. അതിൻ്റെ തുടക്കം എങ്ങനെയാണ്? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞിട്ട് വൽ അൻ, നീ ശപിക്കണമേ, സ്വനമൈ ഖുറൈഷ്, ഖുറൈശികളുടെ 2 സ്വനമുകളായ അബൂബക്കറിനെയും ഉമർ. വ ജിബ്തൈഹിമ, ഖുറൈശികളുടെ ജിബ്തായ. വ താഗൂത്തൈഹിമ, ഖുറൈശികളുടെ താഗൂത്തായ. വ ഇബ്നത്തൈഹിമ, അവർ രണ്ടാളുടെ പെൺമക്കളെയും, അഥവാ ആയിഷ, ഹഫ്സ റളിയല്ലാഹു അൻഹ. ഇങ്ങനെ 6 പേജുള്ള വലിയൊരു പ്രാർത്ഥനയാണ് ദുആ ഉസ്വനമൈ ഖുറൈഷ്. നെറ്റിലടിച്ചാൽ നിങ്ങൾക്ക് ഈ പ്രാർത്ഥന മുഴുവൻ ലഭിക്കും, പറയാൻ സമയമില്ല. അപ്പോൾ ഇതാണ് ഹുബ്ബിബ ഇലൈക്കുമുൽ ഈമാൻ, നിങ്ങൾക്ക് ഈമാനിനെ പ്രിയപ്പെട്ടതാക്കിയിരിക്കുന്നു. അഥവാ അലിയെ, ഈമാൻ എന്ന് പറഞ്ഞാൽ അലി. ഇപ്പോൾ കുരിഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ് വൽ ഇസ്യാൻ, കുഫറും ഫുസൂഖും ഇസ്യാനും നിങ്ങൾക്ക് വെറുക്കപ്പെട്ടതാക്കിയിരുന്നു. അഥവാ അബൂബക്കർ, ഉമർ, ഉസ്മാൻ. ഇതാണ് ഇവരുടെ തഫ്സീറിൻ്റെ കോലം. അപ്പോൾ ഇത്രത്തോളം സഹാബികളോടും ഖുർആനിനോടും ഹദീസുകളോടും വെറുപ്പുള്ള ഒരു വിഭാഗമാണ് ഷിയാക്കൾ.
നബിയോടും വെറുപ്പുണ്ട്. ഖുമൈനിയുടെ പുസ്തകത്തിൽ പറയുന്നു, കശ്ഫുൽ അസ്റാറിൽ, വവാലിഹുൻ ബി അന്ന നബിയ ലൗ ബല്ലഗ ബി അംരിൽ ഇമാമ തിബഖൻ ലിമാ അമറല്ലാഹു ബിഹി വബദലൽ മസായി ഫി ഹാദൽ മജാൽ ലമാ നശബത് ഫിൽ ബിൽദാനിൽ ഇസ്ലാമിയ കുല്ലു ഹാദിഹിൽ ഇഖ്തിലാഫാത്തി വൽ മുഷാഹനാത്തി വൽ മആരിഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു കൽപ്പിച്ചതുപോലെ ഇമാമത്ത് പറഞ്ഞിരുന്നെങ്കിൽ, അഥവാ എൻ്റെ ശേഷം പിൻഗാമി അരിയാണെന്ന് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അതിനുവേണ്ടി പണിയെടുത്തിരുന്നെങ്കിൽ ഇന്നത്തെ മുസ്ലിം ലോകത്തിലെ ഈ കൊലയും കൊള്ളിവെപ്പും യുദ്ധങ്ങളും അഭിപ്രായ വ്യത്യാസമൊന്നും സംഭവിക്കുമായിരുന്നില്ല ഖുമൈനി പറയുന്നു. അപ്പം നബി എന്ത് ചെയ്തിട്ടില്ല? അള്ളാഹു കൽപ്പിച്ചതുപോലെ അലിയുടെ ഇമാമത്ത് തുറന്ന് പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ ലോകത്തുണ്ടായ മുഴുവൻ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകാൻ കാരണം. ഇനി അള്ളാഹുവിനെയും ഇവർ വെറുതെ വെട്ടിയിട്ടില്ല. കാരണം അബൂബക്കറിനെ ഖലീഫയായി അംഗീകരിക്കുന്ന നബി ഞങ്ങളുടെ നബിയല്ല, ആ നബിയെ നിയോഗിച്ച അള്ളാഹു ഞങ്ങളുടെ അള്ളാഹു അല്ല എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ഇന്നനാ ലാ നജ്തമിഉ, ഞങ്ങൾ സുന്നികളോട് യോജിക്കുന്നില്ല, അലാ ഇലാഹിൻ വലാ അലാ നബിയ്യിൻ വലാ അലാ ഇമാമിൻ വദാലിക അന്നഹും യഖൂലൂന ഇന്ന റബ്ബഹും ഹുവല്ലദീ കാന മുഹമ്മദുൻ നബിയ്യുഹു വഖലീഫത്തുഹു മിൻ ബഅദിഹി അബൂബക്കർ ലൈസ റബ്ബന വലാ ദാലിക നബിയ്യുന. അങ്ങനെ ഞങ്ങൾ നബിയുടെ പിൻഗാമിയായി അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറയുന്ന അവരുടെ നബി ഞങ്ങളെ നബിയല്ല, അങ്ങനെ പറയുന്നവരുടെ റബ്ബ് ഞങ്ങളുടെ റബ്ബുമല്ല. അൽ അൻവാറുൻ നുഅ്മാനിയ എന്ന ഷിയാക്കളുടെ ഏറ്റവും പ്രശസ്തമായ കിതാബിൽ, നിഅമത്തുല്ലാഹിൽ ജസായിരി എന്ന ആൾ എഴുതിയ കിതാബാണ്. ഇതിലെ 2ാം വാള്യത്തിൽ 278. ഇനി എന്താണ് നമ്മളും ഷിയാക്കളും തമ്മിൽ എന്ത് സൗഹാർദ്ദമാണ്? ഇവരുമായി കൂടിയിട്ട് എന്ത് മസ്ജിദുൽ അഖ്സ പിടിച്ചെടുക്കലാണ്? ഇവരുമായി യോജിച്ചിട്ട് എന്ത് ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കലാണ്? ഇവരുമായി യോജിച്ചിട്ട് എന്ത് മുസ്ലിം ഐക്യമാണ് എന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരുപാട് പറയാനുണ്ട്, ഞാൻ എല്ലാം കൂടി പറയാൻ സമയം അനുവദിക്കുന്നില്ല. എല്ലാം കൂടി നമുക്ക് ഒറ്റ ഇരുത്തത്തിൽ പറയാനും പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഗൗരവം മാത്രം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പോയിന്റ് നോക്കി പറയാം. ഞാൻ അറബി മാത്രം പറയുന്നു, മലയാളം ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല, അറബി അറിയുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഇതേ കിതാബിൽ അൻവാറുൻ നുഅ്മാനിയിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുന്നത്, ഉസ്മാൻ ജാനിൻ മുഹന്നസുൻ ഹമ്മുഹു ബത്നുഹു വഫർജുഹു ഉത്തിയ ഉസ്മാൻ ബി ഇംറഅത്തിൻ ലിതുഹദ്ദ. ഹദ്ദടിക്കാൻ വേണ്ടി ഒരു പെണ്ണിനെ കൊണ്ടുവരപ്പെട്ടു. ഫജാമഅഹ സുമ്മ അമറ ബിറജ്മിഹ കാന മുനാഫിക്കൻ യുബ്തിനുൻ നിഫാഖ വയുദ്ഹിറുൽ ഇസ്ലാം. ഉസ്മാൻ റളിയല്ലാഹുവിനെ പറ്റി പറയുന്ന വാക്കാണ് അൽ അൻവാറു അൻ-നുഅ്മാനിയ എന്ന ഇവരുടെ കിതാബിൽ. മലക്കുകൾ പോലും ലജ്ജിക്കുന്ന ആളായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ പറ്റിയാണ് ഇത്തരം പരാമർശം നടത്തുന്നത്. സഹാബികളെപ്പറ്റി ഇവർ പറയുന്നു. ഖുമൈനിയുടെ കിതാബു തഹാറ എന്ന പുസ്തകത്തിൽ 33-ാമത്തെ പേജിൽ, ഈ പുസ്തകം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇസ്ലാമിക് ചെയറിൻ്റെ ലൈബ്രറിയിലുണ്ട്. പുസ്തകം നിങ്ങൾക്ക് നെറ്റിലടിച്ചാൽ ഈ പുസ്തകം കിട്ടും. അത് നജസ്സുകൾ, അതായത് ബാഹ്യമായ നജസ്സല്ല, ആത്മീയമായ നജസ്, ആത്മീയമായ മാലിന്യത്തെ പറ്റി പറഞ്ഞിട്ട് പറയുന്നു. കുറേ ഉണ്ട്, പറയാൻ സമയമില്ല. ബനു ഹാഷിമിനെയും അറബികളെയും ഖുറൈശികളോടും ശത്രുത പുലർത്തുന്നവർ, കുറച്ച് ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്. ആയിഷ, സുബൈർ, ത്വൽഹ, മുആവിയ, അവരെ പോലുള്ള ഖുറൈശികളോടും ബനു ഹാഷിമിനോടും അറബികളോടും ഒക്കെ ഭൗതിക താല്പര്യത്തിന് വേണ്ടി ശത്രുത പുലർത്തുന്നവർ ഒരു ബാഹ്യമായി നജസല്ലെങ്കിലും വഇൻകാനു അഖ്ബസ മിനൽ കിലാബി വൽ ഖനാസീർ, അവർ കൽബുകളെക്കാളും ഖിൻസീറുകളെക്കാളും വൃത്തികെട്ടവരാണ്, ആന്തരികമായി വൃത്തികെട്ടവരാണ്, ബാഹ്യമായി നജസല്ല. കിതാബു തഹാറ, ഖുമൈനിയുടെ കിതാബു തഹറയിൽ 33-ാമത്തെ പേജിലാണ് ഈ കാര്യം. ഇതിനെത്രയും കാലം താങ്ങി നടന്ന നമ്മുടെ കേരളത്തിലെയും ഇതുപോലുള്ള നമ്മുടെ പ്രദേശങ്ങളിലേക്ക് മുസ്ലിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചോക്കാണ്. ഇവരാണ് ഇസ്ലാമിൻ്റെ ആളുകൾ, ഇവരുടെ മുദ്രാവാക്യം, ഇവരുടെ ഫോട്ടോ വെച്ചിട്ട് ഇപ്പോഴും ഗസയിലൊക്കെ ഖുമൈനിൻ്റെ ഫോട്ടോ പിടിച്ചിട്ടാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. ആ ഗസ എങ്ങനെ അള്ളാഹു മോചിപ്പിക്കുമോ? അവിടെ ഈമാനും അഖീദും വേണ്ടേ? ഉമറുൽ ഖത്താബിനെ ഗസയുടെ ചുമരുകളിൽ ലഅനത്തുല്ലാഹി അലാ ഉമർ ബിൻ ഖത്താബ് എഴുതിയത് ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബാണ് ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിച്ച ഫാത്തിഹു ഖുദ്സ്. അദ്ദേഹത്തെ ലഅനത്ത് ചെല്ലുന്നവരുടെ കരങ്ങളിലൂടെ അള്ളാഹു ഖുദ്സ് തിരിച്ചു പിടിപ്പിക്കുമോ? അവരുടെ കൈകളിലൂടെ അള്ളാഹു ഖുദ്സിനെ തിരിച്ചു തരുമോ? അതാലോചിച്ചാൽ, പക്ഷെ അത് ആലോചിക്കാൻ നമ്മുടെ വികാരം, നമ്മുടെ വിപ്ലവ ചിന്ത നമ്മൾ അനുവദിക്കുന്നില്ല. ഇന്ന ആയിഷ കാഫിറത്തുൻ വ മുസ്തഹിഖത്തുൻ ലിന്നാർ, അൽ അർബഈൻ എന്ന താഹിറുൽ കുമ്മിയുടെ പുസ്തകത്തിലെ ഒരു പരാമർശമാണ്. കുറേ ഉണ്ട്, മാത്രം പറഞ്ഞു. നിങ്ങൾക്ക് യൂട്യൂബ് നോക്കിയാൽ കുവൈത്തിലെ ഷിയ പണ്ഡിതനായ യാസിറുൽ ഹബീബിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാം.
കുവൈത്തിലെ ഷിയകളെ പുറത്താക്കി, ഇപ്പോൾ ലണ്ടനിലാണ്. ഇയാൾ ലണ്ടൻ കേന്ദ്രീകരിച്ചൊരു സൈന്യത്തെ ഉണ്ടാക്കുന്നുണ്ട്. ആ സൈന്യത്തിൻ്റെ ലക്ഷ്യം എന്താ? കാബ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട്. ലണ്ടനിലുള്ള സൗകര്യമൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ലണ്ടനിൽ കേന്ദ്രീകരിച്ച് ചാനലുകൾ, ഫതക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചാനലുകൾ അധികം നടത്തുന്നുണ്ട്. ഇയാൾ ഒരാൾക്ക് ഒരു യൂറോപ്പിന് ഇസ്ലാമിലേക്ക് ഷഹാത്ത് എല്ലി കൊടുക്കുന്ന ഒരു വീഡിയോ യൂട്യൂബിലുണ്ട്. അയാൾ പറഞ്ഞെന്താരോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി അഷ്ഹദു അന്ന അലിയ്യൻ വലിയുല്ലാഹ് അഷ്ഹദു അന്ന അബൂബക്കർ വ ഉമർ ഫിന്നാർ. ഒരാൾ ഇസ്ലാമിലേക്ക് കടത്തുന്ന ഷഹാദത്ത് കലിമിൻ്റെ കോലാണിത്. ആയിഷയും അബൂബക്കർ ഉമറൊക്കെ നരകത്തിലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് ഇസ്ലാമിലേക്ക് കടക്കുന്ന ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന വാക്കാണ് ഇത്. ഞാൻ കളവ് പറയല്ല. യൂട്യൂബിൽ തൽക്കീനു ഷഹാദത്ത് യാസിർ അൽ ഹബീബ് എന്നടിച്ചു നോക്കിയൊക്കെ കിട്ടും. ഇയാൾക്ക് ഒരു പുസ്തകമുണ്ട്, അൽ ആയിഷ അൽ വജ്ഹുൽ ആഖർ ലിൽ ഫാഹിഷ, ഒരു പുസ്തകത്തിൻ്റെ പേരാണ്. എൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞ ആവശ്യമില്ലല്ലോ. ഈ പുസ്തകം മുഴുവൻ ആയിഷ ബീവിയെ തെറി പറയുന്ന പുസ്തകമാണ്. അൽ വജ്ഹുൽ ആഖർ ലിൽ ഫാഹിഷ. ലിന്നാരി സബഅത്തു അബ്വാബ് അൽ ബാബു സാദിസ് ലിൽ അസ്കർ. 7 നരകത്തിന് 7 വാതിലുണ്ട്. 6ാമത്തെ ബാബ് അസ്കറിനുള്ളതാണ്, അത് ആയിഷക്കുള്ളതാണ്. അസ്കർ എന്ന് അവർ ആയിഷ ബീവിനെ പറയുന്ന ഒരു ലഖബാണ്. അതായത് ആയിഷ ബീവി സൈന്യത്തിൻ്റെ കൂടെ പോയല്ലോ ജമൽ യുദ്ധത്തിൽ. എൻ്റെ പേരിൽ ആയിഷ ബീവിയെ അസ്കർ എന്ന് ഷിയാക്കൾ വിളിക്കാറുണ്ട്. ഇവരുടെ 12ാമത്തെ ഇമാമ്, നമ്മൾ 12 ഇമാമാരെ പറഞ്ഞു. 12ാമത്തെ ഇമാമ് മുഹമ്മദ് ബിൻ ഹസൻ അൽ അസ്കരി. അങ്ങനെ ഒരു ഇമാമില്ല. ഈ ഹസൻ അൽ അസ്കരിക്ക് മക്കളുണ്ടായിട്ടില്ല. പക്ഷേ ഇവർ നേരത്തെ പറഞ്ഞു കുടുങ്ങിയത് 12 ഇമാമാരാണ്. അപ്പോൾ 11ാമത്തെ ആൾക്ക് മക്കളില്ലാതായപ്പോൾ എന്ത് ചെയ്തു? 12ാമത്തെ ഇമാമുണ്ട്. അദ്ദേഹം ചെറുപ്പത്തിൽ 5ാം വയസ്സിൽ തന്നെ ഒരു ഗുഹയിൽ, ഇറാഖിലെ സുറമൻറ എന്താ സ്ഥലത്തിൻ്റെ പേര്, സാമറ എന്ന സ്ഥലത്തെ ഒരു ഗുഹയിൽ അയാൾ പോയി. അന്ത്യനാളിൽ അയാൾ തിരിച്ചു വരും എന്നാണ് അവരുടെ വിശ്വാസം. ആ ഗുഹ പോലിങ്ങനെ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് അടിച്ച് പൂട്ടിയിട്ടുണ്ട്. ഷിയാക്കൾ ആ ഗുഹയിലേക്ക് തീർത്ഥാടനമൊക്കെ നടത്താറുണ്ട്. കേരളത്തിലൊരു ഷിയാ ഗുഹത്തിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ ഇത് ഇന്ന ഗുഹയാണ് പറഞ്ഞപ്പോൾ മൂപ്പര് ഡിലീറ്റ് ചെയ്ത്. സാധാരണക്കാരന് അറിയില്ലല്ലോ അത് ഗുഹ ഏതാണെന്ന് അറിയില്ലോ. അപ്പോൾ ഈ ഗുഹ പറഞ്ഞെടുത്ത മൂപ്പര് ഡിലീറ്റ്. അപ്പോൾ ഈ ഗുഹയിൽ മൂപ്പര് പോയി ഇനി അന്ത്യനാൾ തിരിച്ചു വരും. അന്ത്യനാൾ തിരിച്ചു വന്നിട്ട് മൂപ്പര് ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ എന്തൊക്കെയാരോ? ദാവൂദിൻ്റെ അഥവാ ജൂതന്മാരുടെ നിയമം നടപ്പാക്കും, ശരീഅത്ത് നടപ്പാക്കും. അബൂബക്കർ, ഉമർ, ആയിഷ ഇവരൊക്കെ ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് അവരെ ശരീരം കുരിശിൽ തറച്ച് ആ ശരീരം കത്തിച്ച് പുഴയിലൊതുക്കും. മക്ക, കഅബ, മസ്ജിദുൻ നബവിയൊക്കെ പൊളിക്കും. ഇതൊക്കെയാണ് ഇവരുടെ ഇമാമ് വന്നിട്ട് ചെയ്യാൻ പോകുന്നത്. ഇവരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മസ്ജിദുൽ അഖ്സ മോചിപ്പിക്കാൻ കൂടെ കൂട്ടിയിട്ടുള്ളത്. അവരല്ല കഅബ പൊളിക്കാൻ നെയ്യത്ത് വെച്ചൊരു മസ്ജിദുൽ അഖ്സ എന്ത് ചെയ്യും? മോചിപ്പിക്കുമല്ലോ. ഇനി ഷിയാക്കളുടെ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ 12 ഇമാമമാരുടെ വാക്കോ പ്രവൃത്തിയോ അംഗീകാരമോ അത് അവരുടെ അഹ്ലുബൈത്തിൻ്റെ പരമ്പരയിലൂടെ അവതരിപ്പിക്കപ്പെട്ടത്. ആ റിവായത്തിൽ അഹ്ലുബൈത്ത് മാത്രമേ പാടുള്ളൂ സനദിൽ. അങ്ങനെ അത് ആര് പറഞ്ഞതായിരിക്കണം? നബി പറഞ്ഞതാകണ്ട. അവർ 12 ഇമാമമാരിൽ ആര് പറഞ്ഞാലും അത് ഹദീസാണ്. ഇതാണ് ഷിയാക്കളുടെ ഹദീസ്. അപ്പോൾ അബൂ ഹുറൈറ, അംറു ബിൻ അൽ-ആസ് എന്നൊക്കെ പറയുന്നവരുടെ ഈ ഹദീസുകൾക്ക് ഒരു ഫലൈസലഹും ഇൻദൽ ഇമാമിയ മിനൽ ഇഅ്തിബാരി മിഖ്ദാറ ബഊദ, ഒരു കൊതുകിൻ്റെ വില പോലും അബൂബക്കറും അബൂ ഹുറൈറയും അംറുൽ വാസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസില്ല. പിന്നെ ആര് റിപ്പോർട്ട് ചെയ്യണം? ഷിയാക്കൾ റിപ്പോർട്ട് ചെയ്യണം. അത് ഹദീസുകളിൽ നിന്ന് നമ്മളെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട അലി ശരീഅത്തിയുടെ രക്തസാക്ഷ്യം എന്ന പുസ്തകത്തിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകം. ഇതിൽ ഇയാൾ പറയുന്നു, മുആവിയയുടെ പച്ചക്കൊട്ടാരത്തിൽ നിന്ന് കമ്മീഷൻ പറ്റി അബൂ ഹുറൈറ ഹദീസുകൾ നിർമ്മിച്ചു കൊടുത്തു എന്ന്. അപ്പോൾ സുന്നികളുടെ ഹദീസ് എന്താ? മുആവിയൻ്റെ ശമ്പളം പറ്റിയിട്ട് അബൂ ഹുറൈറയെ പോലുള്ള ആളുകൾ ഉണ്ടാക്കിയതാണ് സുന്നികളുടെ ഹദീസ്, ഷിയാക്കളുടെ വിശ്വാസം. അവിടെ ഹദീസിനെ പറ്റി ഒരുപാട് പറയാനുണ്ട്, സമയം പരിമിതമായതുകൊണ്ട്. ഇവർക്ക് ഹദീസ് ഉണ്ടാക്കി കൊടുത്ത ഹദീസ് ഫാക്ടറിയുടെ ആൾക്കാർ ഇവരാണ്: അബൂ ബസീറ, സറാറ, ഷൈത്താനുത്താഖ്, ഹിഷാം ബിൻ ഹക്കം, മുഹമ്മദ് ബിൻ മുസ്ലിം, ലൈസുൽ മുറാദി, അബൂ മിഖ്നഫ്, ഹിഷാം ബിൻ മുഹമ്മദ് തുടങ്ങിയ ആളുകളാണ് ഇവരുടെ ഹദീസ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ആളുകൾ. നമ്മൾ അബൂ ഹുറൈറയുടെ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല. കാരണം എന്താ? കുറഞ്ഞ കാലം നബിയോടൊപ്പം ജീവിച്ച ഹദീസ് 5000 ഹദീസുകൾ അബൂ ഹുറൈറ നിർമ്മിച്ചു. അതൊരു മനുഷ്യന് സാധിക്കുകയില്ല എന്നൊക്കെയാണല്ലോ നമ്മളെ സുന്നികളിലെ ബുദ്ധിജീവികൾ, ഹദീസ് നിഷേധികൾ പറയാറുള്ളത്. അദ്ദേഹം ആകെ 5000 ഹദീസ് റിപ്പോർട്ട് ചെയ്തു. രാവും പകലും നബിൻ്റെ ഒപ്പം ജീവിച്ച ആളാണ്. എന്നാൽ ഷിയാക്കളുടെ ജാബിറുൽ ജുഅഫി 1,30,000 ഹദീസ് റിപ്പോർട്ട് ചെയ്ത കള്ള ഹദീസുകൾ. ഇമാം ബാക്കിറിൽ നിന്ന് മാത്രം അയാൾ 70,000 ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിർ എന്ന ഷിയാക്കളുടെ 5ാമത്തെ ഇമാമാണ്. അദ്ദേഹത്തിൽ നിന്ന് മാത്രം 70,000 ഹദീസ് റിപ്പോർട്ട്. കൂഫക്കാർ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഫലായിലിൽ 3 ലക്ഷം ഹദീസുകൾ നിർമ്മിച്ചിട്ടുണ്ട്, വ്യാജമായ ഹദീസ്.
ഇതൊക്കെ ഇവരുടെ അൽ ഇർഷാദു ഫി മാരിഫത്തി ഉലമാഇൽ ഹദീസ് എന്ന് പറഞ്ഞ ഷിയാക്കളുടെ തന്നെ ഹദീസ് ഇൽമുൽ ഹദീസ് എന്നതിൽ വന്നിട്ടുണ്ട്. ഷിയാക്കളുടെ ഒരു ശാരനായ മുഗീറത്ത് ബിൻ ശുഅബ അല്ല മുഗീറത്ത് ബിൻ ശുഅബ അല്ല, മുഗീറ എന്ന പേരുള്ള മറ്റൊരാളാണ്. അൽഹഖ്തു ഫി കുതുബിക്കും മിഅ അൽഫ് ഹദീസ് മൗളൂ, ഞാൻ നിങ്ങളുടെ ഗ്രന്ഥത്തിൽ 1,00,000 വ്യാജ ഹദീസുകൾ ചേർത്തിട്ടുണ്ട് എന്ന് അവരുടെ തൻഖീഹുൽ മഖാൽ എന്ന പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ജൂതന്മാരും മജൂസികളും സിന്ദീഖുകളുമാണ് ഇവരുടെ ഹദീസുകൾ, ഇവരുടെ ഇമാമുമാരുടെ പേരിൽ കള്ള ഹദീസുകളൊക്കെ അവർ മരിച്ചതിന് ശേഷം, ഈ ജഫർ സാദിഖൊക്കെ മരിച്ചതിൻ്റെ ഹിജ്റ 80-ൽ മരിച്ച ആളാണ്. 200-കളിലാണ് ഇവരുടെ ഹദീസ് നിർമ്മാണം ആരംഭിച്ചത്. അപ്പോൾ ഇവരുടെ പേരിൽ ഇവരറിയാത്ത, ഇവർ കേൾക്കാത്ത ഹദീസുകൾ ഷിയാക്കൾ പ്രചരിപ്പിച്ചു. അതാണ് ഇന്ന് അവരെ ഹദീസ് എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന സാധനം. ഇമാം അബൂ സുർഅ റാസി റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി, നബിയുടെ സഹാബികളിൽ ആരെയെങ്കിലും കുറ്റപ്പെടുത്തുന്നവരെ നീ കണ്ടാൽ അവൻ സിന്ദീഖാണ്, മതനിഷേധിയാണെന്ന് മനസ്സിലാക്കണം. കാരണം എന്താ? റസൂല് സത്യമാണ്, ഖുർആൻ സത്യമാണ്. ആ ഖുർആനും റസൂലും നമ്മളിലേക്ക് എത്തിച്ചു തന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബികളാണ്. ആ സഹാബികളെ അഥവാ നമ്മുടെ സാക്ഷികളായ ഷുഹൂദുകളായ സഹാബികളെ ബാത്തിലാക്കാൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഖുർആനും സുന്നത്തും ബാത്തിലാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടവർ സിന്ദീഖുകളാണ്. ഇമാം ഖതീബുൽ ബഗ്ദാദിയുടെ അൽ കിഫായ എന്ന പുസ്തകത്തിൽ ഈ ഇമാം അബൂ സുറയുടെ അസർ കാണും. ഇനി ഷിയാക്കൾക്ക് നമ്മോടുള്ള, മുസ്ലിങ്ങളോടുള്ള അവരുടെ നിലപാടെന്താ? അഹ്ലുസുന്നയുടെ ആളുകളോടുള്ള അവരുടെ നിലപാടെന്താ? ഷിയാക്കളോട് സൗഹൃദം വേണമെന്നാണല്ലോ നമ്മൾ ആൾക്കാർ പറയുന്നത്. എന്നാൽ നമ്മളെപ്പറ്റി അവരെന്താ വിശ്വസിക്കുന്നത് എന്ന് നമ്മൾ അറിയണമല്ലോ. അവർ പറയാറുള്ളൊരു പേരാണ് നാസിബി. നാസിബികൾ എന്നാണ് സുന്നികളെപ്പറ്റി പറയുന്നത്. നാസിബി എന്ന് പറഞ്ഞാൽ അല്ലദീ നാസബൽ അദാ ലി അഹ്ലിൽ ബൈത്ത്, അഹ്ലു ബൈത്തിനോട് ശത്രുത പ്രഖ്യാപിച്ചവർ. സുന്നികൾ അവരുടെ വീക്ഷണത്തിൽ നബിയുടെ അഹ്ലു ബൈത്തിനോട് ശത്രുത പ്രഖ്യാപിച്ചവരാണ്. അതുകൊണ്ട് സുന്നികൾ അവർ വിളിക്കുന്ന പേര് നാസിബി എന്നാണ്. നാസിബിയെ പറ്റി നിഅമത്തുല്ലാഹിൽ ജസായിരി പറയുന്നു, ഇന്നഹു നജസുൻ ഇന്നഹു ഷർറുൻ മിനൽ യഹൂദി വൻ നസാറ വൽ മജൂസ് വ ഇന്നഹു കാഫിറുൻ നജിസുൻ ബി ഇജ്മാഇ ഉലമാഇൽ ഇമാമി. സുന്നി നമ്മൾ നജസാണ്, ജൂത നസ്രാണികളെക്കാൾ മോശമാണ് മജൂസികളെക്കാളും, അവൻ കാഫിറാണ് എന്ന് ഷിയാക്കളുടെ പണ്ഡിതന്മാരുടെ ഇജ്മാ ഉണ്ട് എന്നാണ് അൽ അൻവാറുൻ നുഅ്മാനിയയിൽ ഇവർ പറയുന്നത്. ലാ യജൂദുലി മുഅ്മിനിൻ, ഖുമൈനി പറയാണ്, ഒരു മുഅ്മിനത്തിന് പറ്റുകയില്ല, അഥവാ ഒരു ഷീഈ വനിതയ്ക്ക് പറ്റുകയില്ല, അൻ തൻകിഹൻ നാസിബ, ഒരു നാസിബി അഥവാ സുന്നിയെ വിവാഹം കഴിക്കാൻ പറ്റുകയില്ല. വകദാലിക ലാ യൻകിഹുൽ മുഅ്മിനു, ഒരു വിശ്വാസി അഥവാ ഷിയ വിവാഹം കഴിക്കരുത് മിന അൻ നാസിബ, സുന്നി സ്ത്രീയെ, ലി അന്നഹുമാ ബി ഹുക്മിൽ കുഫാർ, കാരണം അവർ കാഫിറുകളുടെ വിധിയാണ്. വൈൻ ഇൻതഹലാ ദീനൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ പേരിൽ അവർ നടക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവർ കാഫിർ. ഇത് ഖുമൈനിയുടെ തഹരീറുൽ വസീല എന്ന പുസ്തകത്തിലുള്ളതാണ്. ഇനി ഇവർ സുന്നികളോട് ചെയ്തത് എന്താണോ? ഈ ഇന്നത്തെ ഇറാൻ ഉണ്ടല്ലോ, ഇറാൻ ഒരു സുന്നി രാജ്യമായിരുന്നു. ഈ ഇറാനിലാണ് മുസ്ലിം, തുർമുദി, ഇമാം ഗസാലി, റാസി, അതുപോലെയുള്ള മറ്റേ മുഹമ്മദ് ബിൻ ഹസൻ, ഇമാം അബൂ ഹനീഫയുടെ, മൊയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനി തുടങ്ങിയ ആദ്യകാലക്കാരും പിൽക്കാലക്കാരുമായ വലിയ പണ്ഡിതന്മാർ, തൊബരി, അങ്ങനെ വലിയൊരു പണ്ഡിത നിര ജീവിച്ച പ്രദേശമാണ് ഇന്നത്തെ ഇറാൻ. ഇത് സുന്നി രാജ്യമായിരുന്നു. 1502-ലാണ് ഷിയാക്കൾ ആ രാജ്യം പിടിച്ചെടുക്കുന്നത്. AD 1502-ൽ സൊഫവികൾ എന്ന ഒരു വിഭാഗം തെരീക്കത്ത് സ്ഥാപിച്ച് ആ തെരീക്കത്തിലൂടെ ആളുകളെ ആകർഷിച്ച് അവസാനം അവരുടെ 3ാമത്തെ തലമുറ ഷിയ രൂപം പൂണ്ട് ജനങ്ങളെ ആയുധത്തിനിരയാക്കി കൊലപ്പെടുത്തിയിട്ടാണ് ഇറാൻ എന്ന ഷിയ രാജ്യം 1502-ൽ രൂപപ്പെടുന്നത്. ഒരു ദിവസം 1,00,000-ലേറെ ആളുകൾ അവർ കൊലപ്പെടുത്തുകയുണ്ടായി സുന്നികളെ. അങ്ങനെയാണ് അവർ ഇന്നത്തെ ഷിയ രാജ്യമായ ഇറാൻ പിടിച്ചടക്കിയത്. ഇമാം ഷാ അബ്ബാസ് സഫവി, അദ്ദേഹത്തിൻ്റെ കാലത്ത്, സ്ഥാപകൻ ഷാ ഇസ്മായിൽ സഫവിയാണ്, 2ാമത്തെ ഖലീഫയാണ്, ഷിയാക്കളുടെ 2ാമത്തെ ഖലീഫ് ഷാ അബ്ബാസ് സഫവി. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ഇവർ ഈ ഇറാഖ് പിടിച്ചടക്കി. ബഗ്ദാദിൽ അബൂ ഹനീഫ റഹിമഹുല്ലയുടെ ഖബറിങ്ങൽ പോയി മൂത്രമൊഴിക്കാൻ വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്തിരുന്നു. ഒട്ടകത്തെ നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു പുണ്യസ്ഥലത്തേക്ക് ഒരു ബസ് ഏർപ്പാടാക്കുന്നത് പോലെ അബൂ ഹനീഫയുടെ ഖബറിന്മേൽ മൂത്രമൊഴിക്കാൻ നേർച്ചയാക്കിയ ഷിയാക്കൾക്ക് അതിന് പോകാൻ വേണ്ടിയിട്ട് ഒട്ടകത്തെ തയ്യാറാക്കി കൊടുത്തിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ സുന്നികളോടുള്ള വിരോധം എന്താ? ഇപ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സിറിയയിൽ ഷിയാക്കൾക്കെതിരെ ജനകീയ വിപ്ലവം നടത്തിയപ്പോൾ അന്ന് സുന്നികളെ കൊന്നൊടുക്കി
20 ലക്ഷം സുന്നികളെ കൊന്നൊടുക്കി, 1.5 കോടി സുന്നികളെ അഭയാർത്ഥികളാക്കി, 5000-ലധികം സുന്നി പള്ളികൾ തകർത്തു, ഖാലിദ് റളിയല്ലാഹുവിൻ്റെ ഖബറ് മാന്തി, മുആവിയ റളിയല്ലാഹുവിൻ്റെ ഖബറ് തകർത്തു, ഇമാം നബവിയുടെ ഖബറ് ബോംബിട്ടിട്ട് ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് അസ്ഥികൂടങ്ങൾ പുറത്തേക്ക് പോയി. ആ രീതിയിൽ മഹാന്മാരുടെയും സഹാബികളുടെയും ഖബറിൽ ഇവർ കൈകാര്യം ചെയ്തവരാണ്. ആ കൂട്ടർ അബൂ ഹനീഫൻ്റെ ഖബറിൽ മൂത്രയിക്കാൻ നേർച്ചാക്കുന്നതിൽ അത്ഭുതമില്ലല്ലോ. അപ്പോൾ ഇവരൊരു കിതാബിൽ കാണാം, സഅൽതു അബാ ജഅഫർ അൻ നികാഹിൻ നാസിബി വസ്സലാത്തി ഖൽഫഹു ഖാല ലാ തുനാക്കിയഹു ലാ തുസല്ലി ഖൽഫഹു. ഒരു നാസിബിയുടെ പിന്നിൽ, സുന്നിയുടെ പിന്നിൽ നിസ്കരിക്കുന്നതിനെയും അവനെ വിവാഹം കഴിക്കുന്നതിനെയും പറ്റി ചോദിച്ചപ്പോൾ അബൂ ജഅഫർ പറഞ്ഞു, ഒരു ഇമാമാണ്, അവനെ എൻ്റെ പിന്നിൽ നിസ്കരിക്കാനും പാടില്ല, അവനെ വിവാഹം കഴിക്കാനും പാടില്ല. അപ്പോൾ ഷിയാക്കളത് ചെയ്യുന്നതോ അത് തഖിയ്യാണ്. അവരെ മതത്തിലുള്ളൊരു വിശ്വാസമാണ് തഖിയ്യ. ഉള്ളിലുള്ളതും വേറൊന്നും, പുറത്തുള്ളത് വേറൊന്നും. ഉള്ളിലുള്ള വിശ്വാസത്തിനെതിരായിട്ട് പുറത്തുള്ള പ്രകടിപ്പിക്കുന്ന വിശ്വാസത്തിനാണ് തഖിയ്യ എന്ന് പറയുക. നമുക്ക് നമ്മുടെ നാട്ടിലൊരു കാദിയാനിയെയും ചേകനൂരിനെയൊക്കെ പിടിക്കാൻ കഴിയും, കാരണം അവൻ്റെ ആശയം തുറന്ന് പറയും. ഷിയാനെ പിടിക്കാൻ പറ്റില്ല, കാരണം അവൻ എന്ത് ചെയ്യും, അവൻ്റെ ആശയം മറച്ചു വെക്കും. നമ്മളൊപ്പം പ്രവർത്തിക്കും, സുന്നിൻ്റെ ഒപ്പം പ്രവർത്തിക്കും, അവൻ്റെ മൗലൂദിലും റാത്തീബിലൊക്കെ പങ്കെടുക്കും, സുന്നിനെ കൊണ്ട് സലഫികളെ ചീത്ത പറയിപ്പിക്കും. പക്ഷേ ഉള്ളിലൂടെ അവൻ്റെയും ഷീസം പ്രചരിപ്പിക്കും. കഴിഞ്ഞ 13-ാം തീയതി മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ ഷിയാക്കളുടെ ഒരു അർബഈന അഥവാ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ 40-ാം ആണ്ട് മരിച്ചതിൻ്റെ 40-ാം ദിവസം അവരാഘോഷിച്ചു. ഷിയാക്കളുടെ പരിപാടിയാണ്. അതിൽ പങ്കെടുത്ത ആളാണ് സി ഹംസ. സ്വകാര്യമായിട്ട് അതിൽ പങ്കെടുക്കും. പരസ്യമായിട്ട് സമസ്തൻ്റെ സ്റ്റേജിൽ കയറിയിട്ട് വഹാബികളെ കാഫിറാക്കിയിട്ട് ഇസ്തിഗാസൻ്റെ തെളിവൊക്കെ പറഞ്ഞു കൊടുക്കും. ഖുമൈനി പറഞ്ഞ തെളിവ് സമസ്തക്കാർക്ക് കൊടുക്കും. എന്ത്, സ്വന്തം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചില്ലെങ്കിൽ ഇസ്തിഗാസ പറ്റുമെന്ന തെളിവ് ആദ്യമായിട്ട് പറഞ്ഞത് ഖുമൈനിയാണ്. ആ വാദം സുന്നികൾക്ക് കൊടുക്കും. സുന്നികളുടെ സമസ്തയുടെ 90-ാം വാർഷികത്തിൽ ആദർശ സെഷനിൽ മുഖ്യപ്രഭാഷണം നടത്തിയത് ഈ ഹംസയാണ്, സി ഹംസ. ഇതേ ഹംസനെ കേരളത്തിലെ ചെറുപ്പക്കാരെ ബാംഗ്ലൂരിൽ കൊണ്ടുവന്ന് ഷിയായിസത്തിലേക്ക് ബയ്യത്ത് ചെയ്യിപ്പിക്കുന്നു, ഷിയായിസം വളർത്തുന്നു, അവരുടെ രഹസ്യ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ ഷിയാ സംഘടനയായ സക്കലൈൻ ഫൗണ്ടേഷൻ്റെ ഉപദേഷ്ടാവായി പ്രവർത്തിക്കുന്നു. ഇറാനിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് സക്കലൈൻ ഫൗണ്ടേഷൻ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നു. ഇങ്ങനെ രഹസ്യമായിട്ടൊരു പ്രവർത്തനവും പരസ്യമായിട്ട് വേറും. ഇതിനാണ് തഖിയ്യ എന്ന് പറയുക. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു സഹാബി മരിച്ചപ്പോൾ അദ്ദേഹത്തിന് മയ്യത്ത് നിസ്കരിച്ചു. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം സഹാബികൾ കാഫിറുകളാണ്, മുർത്തദുകളാണ്. അപ്പോൾ ഷിയാ വിശ്വാസപ്രകാരം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രവർത്തനം എങ്ങനെ അംഗീകരിക്കുക? അവർ പറഞ്ഞത് തഖിയ്യാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം ആ നമസ്കാരത്തിൽ പ്രാർത്ഥിച്ചത് ഈ സഹാബിയെ നരകത്തിൽ കടത്തേണമേ എന്നായിരുന്നു. ഇതിനാണ് തഖിയ്യ എന്ന് പറയുക. ഇങ്ങനെ വിശ്വസിക്കുന്ന തഖിയ്യ പ്രവർത്തിക്കുന്ന ആളുകളെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയുക? നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന അത്തരം തഖിയ്യ പ്രവർത്തിക്കുന്ന ചാരന്മാരെ നമുക്കൊരിക്കലും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അബൂ അബ്ദില്ലയോട്, അതായത് 6-ാമത്തെ ഇമാമായ ഷിയാക്കളുടെ ജഫർ സാദിഖിനോട് ചോദിച്ചു, മാ തഖൂലു ഫീ ഖത്ലിൻ നാസിബി, നാസിബികളെ സുന്നികളെ കൊല്ലുന്നതിനെ പറ്റി നിങ്ങളെ അഭിപ്രായം എന്താ? കാല ഹലാലുദ്ദം, അവരുടെ രക്തം ചിന്തൽ ഹലാലാണ്. വൈൻ ഖദർത്താൻ എനിക്ക് സാധിച്ചാൽ അൻ തുഖല്ലിബ അലൈഹി ഹായ്, അവൻ്റെ നേരെ ഒരു മതിൽ തള്ളിടാൻ സാധിച്ചാൽ, ഔ തുഗ്രിക്കഹു ഫീ മല, വെള്ളത്തിൽ മുക്കാൻ സാധിച്ചാൽ. അപ്പോൾ ആരും അറിയില്ല, തെളിവ് നശിക്കും. ഒരു മതിൽ നേരിട്ടാൽ അറിയില്ല ആരെ കൊന്ന്, വെള്ളത്തിൽ മുക്കി കൊന്നാൽ അറിയില്ല ആരെ കൊന്നെന്നുള്ളത്. ലിക്കൈ ലാ യസ്തശ്ഹദ അലൈക അഹദുൻ, ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ നല്ലത്, നേരിട്ട് കൊല്ലാതിരിക്കുകയാണ് നല്ലത്. ഇവർ ഈ സദ്ദാം ഹുസൈനെ 2003-ൽ സദ്ദാം ഹുസൈനെ അമേരിക്കയുടെ സഹായത്തോടു കൂടി സിറിയയിൽ ഇറാഖിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം 10 ലക്ഷത്തിലധികം സുന്നികളെ ഇറാഖിൽ കൊന്നു കുഴിച്ചുമൂടി. ഇപ്പോൾ അവരുടെ കൂട്ടശവ കുഴിമാടങ്ങളൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുക. സിറിയയിൽ 20 ലക്ഷം സുന്നികളെ കൊന്നൊടുക്കി. ഞാൻ നേരത്തെ പറഞ്ഞ അത്ര ആളുകൾ അഭയാർത്ഥികളായി. ലബനാനിൽ അഹ്ലുസുന്നയെ ഇറാൻ്റെ പട്ടാളക്കാരായ ഹിസ്ബുള്ള ആയിരക്കണക്കിന് ആളെ കൊന്നു. യമനിൽ ഇറാൻ വളർത്തുന്ന ഹൂസികൾ ഇസ്രായേൽ 75 വർഷം കൊണ്ട് ഫലസ്തീനിൽ കൊന്നൊടുക്കിയതിൻ്റെ 7 ഇരട്ടി മുസ്ലിങ്ങളെ, സുന്നികളെ കേവലം 7 വർഷം കൊണ്ട് യമനിൽ കൊന്നൊടുക്കി. പക്ഷെ അതൊന്നും പത്രത്തിൽ വരാത്തത് കൊണ്ട്, നമ്മളെ ആളുകൾക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ ഫലസ്തീനെ മാത്രമേ കാണുന്നുള്ളൂ. അതിൻ്റെ എത്രയോ ഇരട്ടി അഹ്ലുസുന്നയെ കൊന്നൊടുക്കിയത് നമ്മൾ മാധ്യമങ്ങളിലൊന്നും വരാത്തത് കൊണ്ട്, നമ്മളെ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ അറിയാതെ പോയി. ഇതാണ് അവസ്ഥ. നമ്മൾ അഹ്ലുസുന്നയെ പറ്റി ഇവരുടെ വിശ്വാസം, ഇന്നന്നാസ കുല്ലഹും ഔലാദു സിന, ജനങ്ങളൊക്കെ സിനയുടെ മക്കളാണ്. മാ ഖലാ ഷിയാത്തന, നമ്മുടെ ഷിയാക്കളെ വെച്ച് ബാക്കിയൊക്കെ ജാരസന്തതികളാണ്. ഇത് കുലൈനിയുടെ കാഫിയുടെ റൗളയിലെ 135-ാമത്തെ പേജുള്ള. ഇവർ എന്ന് ആളെ കൊല്ലൽ തുടങ്ങിയാരോ? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അവർ എത്തിക്കൊടുത്ത് കൊലപ്പെടുത്തി, ഷിയാക്കളെ കൊലപ്പെടുത്തി. സുന്നികളല്ല ഹുസൈൻ റളിയല്ലാഹുവിനെ കൊന്നത്, യസീദുമല്ല ഹുസൈൻ റളിയല്ലാഹുവിനെ കൊന്നത്. നിങ്ങൾക്ക് ആ കാര്യം അറിയണമെങ്കിൽ എൻ്റെ സൈറ്റ് ഉണ്ട്, അഹ്ലുസുന്ന ഹിന്ദ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ
കർബല ഷിയാ വഞ്ചനയുടെ ചരിത്രം എന്നാണ് ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ ഹുസൈൻ റളിയല്ലാഹുവിനെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയത് ഷിയാക്കളാണ് എന്ന് ഷിയാക്കളുടെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ സ്ഥാപിക്കുന്നുണ്ട്. നിങ്ങളത് വായിക്കണം. ആ സൈറ്റും നിങ്ങൾ വായിക്കണം. ആ സൈറ്റിലെ ലേഖനങ്ങൾ നിങ്ങൾ പ്രചരിപ്പിക്കണം, അതിലെ പ്രസംഗങ്ങൾ പ്രചരിപ്പിക്കണം. കാരണം നമ്മുടെ സമൂഹത്തിന് വലിയൊരു ശതമാനം ഇപ്പോഴും ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ മകൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ മിൻഹാജു സുന്നക്ക് ശേഷം ഷിയാക്കൾക്ക് എതിരെ എഴുതിയ ഏറ്റവും വലിയൊരു കിതാബാണ് ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ പുത്രൻ ഷാ അബ്ദുൽ അസീസ് ദഹ്ലവിയുടെ തുഹ്ഫത്തുൽ ഇസ്നാ അശരിയ എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു 1800-ലെ ഇന്ത്യൻ അവസ്ഥ. ഇന്ത്യയിലെ ഒരൊറ്റ വീടും ഷീയിസം കടന്നു വരാത്ത ഒരൊറ്റ വീടും ഇന്ന് ഇന്ത്യയിലില്ല. അത്രമാത്രം ഈ ആശയം മുസ്ലിങ്ങളുടെ വീടുകളിൽ, മുസ്ലിങ്ങളുടെ ചിന്തകളിൽ കടന്നുകൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയം നമ്മൾ പഠിക്കണം, സമൂഹത്തെ ഉണർത്തണം. ഇതിൻ്റെ പേരിൽ സൂഫികളിലൂടെ വന്ന ഷീയിസം, ഇസ്ലാമിസ്റ്റുകളിലൂടെ വന്ന ഷീയിസം എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം, സമൂഹത്തെ ബോധവൽക്കരിക്കണം. വിശ്വാസം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിന് നിലനിൽക്കാൻ അവകാശമില്ല. അതുകൊണ്ട് ജനങ്ങൾ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുക എന്നതാണ് നമ്മൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. 1,00,000 ആളുകളെ ആണ് കർബലയ്ക്ക് പ്രതികാരമായി മുഖ്താർ സഖഫി കർബല കഴിഞ്ഞ ഉടനെ കൊന്നത്. 1,00,000 ആളുകളെ, സുന്നികൾ. ഇബ്നുൽ അൽഖമി എന്ന ഷിയ മുസ്താസിം രാജാവിൻ്റെ, അബ്ബാസി ഖലീഫ മുസ്താസിമിൻ്റെ മന്ത്രി, ഷിയാ മന്ത്രി ബഗ്ദാദ് തകർക്കാൻ വേണ്ടി അന്നത്തെ താർത്താരികളെ, ചെങ്കീസ് ഖാൻ്റെ അനുയായികളെ വിളിച്ചു വരുത്തി. ഖലീഫക്ക് മദ്യം കൊടുത്തു. എന്നിട്ട് ഖലീഫയെ കൊണ്ട് പട്ടാളക്കാരെ പിരിച്ചുപിടിച്ചു. എന്നിട്ട് ഹുലാഖു ഖാന് കത്തെഴുതി, ഇപ്പോൾ വന്നാൽ നിങ്ങൾക്ക് ബഗ്ദാദ് പിടിച്ചടക്കാം. ഹുലാഖു ഖാൻ ലക്ഷക്കണക്കിന് സൈന്യങ്ങളേറ്റ് വന്നു, ബഗ്ദാദ് പിടിച്ചടക്കി. ബഗ്ദാദിൽ കണ്ണ് കണ്ട എല്ലാവരെയും കൊന്നൊടുക്കി. ഖലീഫ മുസ്താസിമിനെ കൊന്ന് മരത്തിൽ കെട്ടിത്തൂക്കി. ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ യൂഫ്രട്ടീസ് നദിയിൽ ഒഴുക്കി. യൂഫ്രട്ടീസ് നദി കറുത്തു ഒഴുകി എന്നാണ് ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ അൽ ബിദായ വന്നിഹായയിൽ പോലും. എത്ര ആളെ കൊന്നതറിയോ? ഹിജ്റ 400-ൽ 20 ലക്ഷം മുസ്ലിങ്ങളെ ബഗ്ദാദിൽ കൊലപ്പെടുത്തി. ആരാണ് അതിന് കാരണക്കാരൻ? ഇബ്നുൽ അൽഖമി എന്ന ഷിയ പ്രധാനമന്ത്രി. സുന്നികളെ കൊല്ലാൻ അയാളെ വിളിച്ചു വരുത്തി. ആ കിതാബുകൾ എന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ ഇസ്ലാമിക സമൂഹത്തിൽ എത്ര വിജ്ഞാന സമ്പത്തുണ്ടാവും. ലക്ഷക്കണക്കിന് കിതാബുകളാണ് കത്തിച്ചതും പുഴയിലൊഴുക്കിയത്. ഷിയാക്കൾ നമ്മോട് ചെയ്താണ്. ഹിജ്റ 400-കളിൽ തന്നെ കറാമിത്തുകൾ എന്ന ഷിയാക്കൾ സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രദേശമായ അല്ലസ പ്രദേശത്ത് നിന്ന് വന്ന് മത്താഫിലെ ഹജ്ജ് ചെയ്യാൻ വന്ന 10,000 ഹാജിമാരെ മത്താഫിലിട്ട് കൊലപ്പെടുത്തി. 10,000 ഹാജിമാർ. ഹജറുൽ അസ്വദ് കാബയിൽ നിന്ന് പിഴുതുകൊണ്ട് മോഷ്ടിച്ചു കൊണ്ടുപോയി. 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഹജറുൽ അസ്വദ് തിരിച്ചു പിടിച്ചത്. ഹിജ്റ 400-കളിൽ 20 കൊല്ലം ഇറാഖുകാർ പേടിച്ചിട്ട് ഹജ്ജിന് വന്നില്ല. ഇവരുടെ ഖറാമിത്തുകളുടെ ഭീകരതയെ പേടിച്ചിട്ട് ഹജ്ജിന് വന്നില്ല. മത്താഫിലിട്ടാണ് അവർ കൊലപ്പെടുത്തിയത്. ഇത്ര ക്രൂരന്മാരാണ് ഷിയാക്കൾ. ഹഷാഷു എന്ന് പറഞ്ഞ ഷിയാക്കളിൽ ഒരു തീവ്രവാദികളുടേന്ന്. അവർ കാണുന്ന ആളുകളൊക്കെ പിടിച്ചു കൊണ്ടുപോകും, കൊലപ്പെടുത്തും. സ്ത്രീകളെ കൊണ്ടുപോയിട്ട് ബലാത്സംഗം ചെയ്യും. ഒരുപാട് കാലം ഇറാനിലെ ഒരു പ്രദേശത്തെ ഒരു കാട്ടിൽ, ഒരു മലയിൽ ഭരണം. ഈ ഹഷാഷൂൻ എന്ന ടീമിൻ്റെ ക്രൂരതയിൽ നിന്നാണ് ഇംഗ്ലീഷ് ഭാഷയിലെ അസാസിനേഷൻ എന്ന വാക്കുണ്ടായത്. അതായത് ചതിച്ചു കൊല്ലുക. ഹഷാഷൂൻ എന്ന വാക്ക് ഇംഗ്ലീഷുകാരെന്ത് ചെയ്തു? ഇവർ ചതിച്ചു കൊല്ലലായിരുന്നു ഇവരുടെ പ്രധാന ഹോബി. അത് ആ വാക്കാണ് അസാസിൻ എന്ന വാക്ക് ഇംഗ്ലീഷിൽ ഉണ്ടാകാൻ കാരണം. ഇത്രയും ഭീകരത ഇവർ സൃഷ്ടിച്ചിട്ടുണ്ട്. ഫാത്തിമികൾ, ഈജിപ്തിലെ ഫാത്തിമികൾ, ഹിജ്റ 300-ൽ ഈജിപ്ത് ഭരിച്ച ഫാത്തിമികൾ, അവരും ഇതുപോലെ സുന്നികളെ കൊലപ്പെടുത്തുകയും ഖുതുബയിൽ അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹു ലഅനത്ത് ചെല്ലുന്നത് പതിവാക്കുകയും അവരുണ്ടാക്കിയ ആഘോഷങ്ങളാണ് മുഹറം 10 ആഘോഷം, നബിദിനാഘോഷം, ക്രിസ്മസ് ആഘോഷം. അങ്ങനെ 10-12 ആഘോഷങ്ങൾ അൽ ഹാക്കിമു ലിദീനില്ല എന്ന് പറഞ്ഞ ഷിയാ ഭരണാധികാരി ഹിജ്റ 400-കളിൽ തുടക്കം കുറിച്ച ആഘോഷങ്ങൾ. അതിന് മുമ്പ് മുസ്ലിം ലോകത്ത് ആരും നബിദിനം ആഘോഷിച്ചിട്ടില്ല. ഇയാളാണ് ആദ്യമായിട്ട് നബിദിനാഘോഷം നടത്തിയത്. ഇയാൾ ഒരുപാട് ആഘോഷങ്ങൾ ഉണ്ടാക്കി. അതിൽപ്പെട്ടൊരു ആഘോഷമാണ് നബിദിനം. ഫാത്തിമ ബീവിൻ്റെ ആണ്ടൊരാഘോഷമായിരുന്നു. പലരുടെയും ആണ്ടൊരാഘോഷമായിരുന്നു. സലാഹുദ്ദീൻ അയ്യൂബി കുരിശ് സൈന്യങ്ങളുമായി യുദ്ധത്തിന് പോയപ്പോൾ കുരിശ് സൈന്യങ്ങൾക്ക് സലാഹുദ്ദീൻ അയ്യൂബിൻ്റെ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുക്കുകയും സലാഹുദ്ദീൻ അയ്യൂബിയുടെ സൈന്യത്തിൽ വന്ന് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു ഷിയാക്കൾ, ഫാത്തിമി ഷിയാക്കൾ. അവസാനം സലാഹുദ്ദീൻ അയ്യൂബിക്ക് മനസ്സിലായി ഷിയാക്കളെ നിലക്ക് നിർത്താതെ കുരിശുപടയോട് യുദ്ധം ചെയ്യാൻ സാധിക്കുകയില്ല. അവർ ഷിയാ ഭരണകൂടത്തെ തകർക്കുകയും ഈജിപ്തിലെ ഫാത്തിമി ഭരണകൂടത്തെ തകർക്കുകയും എന്നിട്ടാണ് അദ്ദേഹം ബൈത്തുൽ മഖ്ദിസ് മോചിപ്പിക്കാൻ വേണ്ടി പോവുകയും ബൈത്തുൽ മഖ്ദിസ് മോചിപ്പിച്ചതും. അതിനൊപ്പം നിന്ന് ഇവർ ചതിക്കും. അതുപോലെ കേരളത്തിൽ വന്ന പോർച്ചുഗീസ് അധികാരി അൽഫോൻസോ അൽബുക്കർക്ക്, നമ്മുടെ കോഴിക്കോടും ചാലിയത്തുമൊക്കെ കോട്ടുണ്ടാക്കിയ പോർച്ചുഗീസ് വാസ്കോഡി ഗാമയ്ക്ക് ശേഷം വന്ന അൽഫോൻസോ അൽബുക്കർക്ക് ഇവർ കത്തെഴുതുകയുണ്ടായി. ഞങ്ങൾ ഇറാനിൽ നിന്ന് വരാം, നിങ്ങൾ പോർച്ചുഗലിൽ നിന്ന് വന്നാൽ നമുക്ക് ഒന്നിച്ച് കഅബ പിടിച്ചടക്കാമെന്ന്. ഷിയാ രാജാവ് ഷാ അബ്ദുൽ അസീസും അൽഫോൻസോ അൽബുക്കർക്കും
ഒന്നിച്ച് വന്നിട്ട് കഅബ പിടിച്ചെടുക്കാനുള്ളൊരു പദ്ധതി ഇട്ടു. പക്ഷെ അള്ളാഹു ആ സൈന്യത്തെ തകർത്തു കടലിൽ വെച്ച്. അതുകൊണ്ട് അവരുടെ ആഗ്രഹം നടപ്പാക്കി. കോഴിക്കോടൊക്കെ ഒരുപാട് മിസ്കാൽ പള്ളിയൊക്കെ തകർത്തത് ഈ അൽഫോൻസോ അൽബുക്കർക്കാണ്. മാനുവൽ മൂന്നാമൻ ചക്രവർത്തിയുടെ കാലത്താണ് ഈ സംഭവങ്ങൾ ഉണ്ടായത്. ഇതുപോലെ ഖുമൈനി വിപ്ലവം 1979 ഖുമൈനി അധികാരത്തിലേറിയപ്പോൾ ലക്ഷക്കണക്കിന് സുന്നികൾ 1983 മാത്രം 30,000 ചെറുപ്പക്കാരെ പല പേരും പറഞ്ഞ് ജയിലിലടച്ച ചെറുപ്പക്കാരെ ഈ ഖുമൈനി ഭരണകൂടം തൂക്കിലേറ്റുകയുണ്ടായി. ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരെ തൂക്കിക്കൊല്ലുന്ന രണ്ടാമത്തെ രാജ്യം ചൈന കഴിഞ്ഞാൽ ഇറാനാണ്. സുന്നികളെയാണ് അവിടെ തൂക്കിക്കൊല്ലുന്നത്. പല കാരണം പറഞ്ഞിട്ട് ഇല്ലാത്ത കേസ് പറഞ്ഞിട്ട് ജയിലിലടക്കും. ജയിലടച്ചിട്ട് 4-5 കൊല്ലം കഴിഞ്ഞിട്ട് അവരെ തൂക്കിലേറ്റും. ആരും അറിയില്ല. അതിൽ സുന്നയിലെ പണ്ഡിതന്മാരെ തൂക്കിലേറ്റിയ പണ്ഡിതന്മാരുടെ വലിയൊരു ലിസ്റ്റ് വിപ്ലവത്തിൻ്റെ സമയത്ത് അദ്ദേഹം സുന്നികളോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളൊപ്പം നിൽക്കുക, ഞങ്ങളെപ്പോലെ നിങ്ങൾക്കും അധികാരത്തിൽ പങ്കാളിത്തമുണ്ടാവും. അങ്ങനെ സുന്നി പണ്ഡിതന്മാർ ഖുമൈനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. വിപ്ലവത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി. വിപ്ലവം കഴിഞ്ഞതിന് ശേഷം അതേ പണ്ഡിതന്മാരെ തന്നെ ഖുമൈനി കൊലപ്പെടുത്തുകയുണ്ടായി. ജൂതന്മാർക്ക് 20-30 പള്ളികൾ, ചർച്ചുകൾ ടെഹ്റാനിലുണ്ട്. സുന്നികൾക്ക്, ജൂതന്മാർ 1% പോലും ഇല്ല. കേവലം 20,000 മറ്റോ ജൂതന്മാർ ഇസ്രായേലിലുള്ളൂ. പക്ഷേ 30% സുന്നികൾക്ക് ടെഹ്റാനിൽ ഒരു പള്ളിയില്ല, ഇസ്ഫഹാനിൽ ഒരു പള്ളിയില്ല, കിർമാനിൽ ഒരു പള്ളിയില്ല, യസിൽ ഒരു പള്ളിയില്ല. 30% സുന്നികൾക്ക് ഇസ്രായേലിൻ്റെ തലസ്ഥാനത്ത് പള്ളിയുണ്ട്. പക്ഷേ ഇറാനിൽ പള്ളിയില്ല. അമേരിക്കയിൽ പള്ളിയുണ്ട്. ലോകത്ത് സുന്നികൾക്ക് പള്ളിയില്ലാത്തൊരു സ്ഥലമില്ല തലസ്ഥാന നഗരങ്ങളിൽ. പക്ഷേ ഇറാനിൽ ഇപ്പോഴും സുന്നികൾക്ക് പള്ളിയില്ല. ഇത് ഞാനല്ല പറഞ്ഞത്. യൂസുഫ് ഖർലാവി 2007 അൽ ജസീറയിൽ ഇറാൻ പ്രസിഡന്റ് റഫ്സൻജാനിയുമായി നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞതാണ്. നിങ്ങൾ ഇന്ന് വരെ ഞങ്ങൾ സുന്നികൾക്ക് ഇറാഖ് തെഹ്റാനിൽ ഒരു പള്ളി അനുവദിച്ചിട്ടില്ല. അങ്ങനെ അൽ ജസീറയുടെ അൽ ഇത്തിജാഹുൽ മാക്കിസ് എന്ന പരിപാടി 2007 നടന്ന പരിപാടി, ഞാൻ അന്ന് ആ പരിപാടി നടക്കുമ്പോൾ ലൈവായിട്ട് കണ്ട ആളാണ്, ഖത്തറിൽ വെച്ചിട്ട്. അൽ ഇത്തിജാഹുൽ മാക്കിസ് ഖർലാവി റഫ്സൻജാനി നടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇപ്പോൾ അൽ ജസീറയിൽ കാണാൻ സാധിക്കും. ഷിറാസിൽ ഇറാൻ സുയ്യാവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം 100,000 ജനങ്ങളെയാണ് കൊന്നൊടുക്കിയത്. പള്ളികളിൽ സുന്നികളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് പള്ളിൻ്റെ വാതിലടച്ച് പള്ളിക്ക് തീ കൊടുത്തി ആ പള്ളിയിലുള്ള മുഴുവൻ സുന്നികളെയും കൊലപ്പെടുത്തിയത് ചരിത്രകാരന്മാർ. ഇറാൻ എങ്ങനെയാണ് ഷിയാ രാജ്യമായത് എന്ന് പറയുന്ന ചരിത്രകാരന്മാർ, ഇംഗ്ലീഷിലെ ചരിത്രകാരന്മാർ വരെ എഴുതിയിട്ടുണ്ട്. മധ്യകാല ഇറാൻ്റെ ചരിത്രം പറയുന്ന ചരിത്രഗ്രന്ഥങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. പക്ഷേ ഈ ചരിത്രമൊന്നും നമ്മളാരും പഠിപ്പിക്കൂല. അതാണ് നമ്മുടെ പ്രശ്നം. ഖാസിം സുലൈമാനി എന്ന കൊടും ഭീകരൻ ഇറാഖിലും സിറിയയിലും ലബനാനിലും ഒക്കെയുള്ള സുന്നി കൂട്ടക്കൊലക്ക് നേതൃത്വം നൽകിയവരാണ് ഖാസിം സുലൈമാൻ. ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ മനുഷ്യൻ കൊന്നു. ആ മനുഷ്യനെ ഷഹീദുൽ ഖുദുസിൻ്റെ രക്തസാക്ഷി എന്ന് പറഞ്ഞ് ഇസ്മായിൽ അനിയ പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം. ഖാസിം സുലൈമാനി ഷഹീദുൽ ഖുദുസിൻ്റെ രക്തസാക്ഷി. ആര്? ലക്ഷക്കണക്കിന് സുന്നി മുസ്ലിങ്ങളെ കൊലപ്പെടുത്താൻ നേതൃത്വം നൽകിയ കൊടും ഭീകരൻ. ഇവരെ കൂട്ടിയിട്ട് നമുക്ക് ഖുദുസ് മോചിപ്പിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് ഇത്തരം ആളുകളെയും നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ സുന്നി സമൂഹത്തിൽ ഷിയാക്കളെ വെള്ളപൂശുന്ന അവരാണ് യഥാർത്ഥ വിശ്വാസികൾ, അവരാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ. മറ്റു മുസ്ലിങ്ങളൊക്കെ അമേരിക്കയുടെ ഏജന്റുമാരാണെന്ന് പ്രചരിപ്പിക്കുന്ന ഇത്തരം ഇസ്ലാമിസ്റ്റുകളെയും നമ്മൾ തിരിച്ചറിയണം. ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇന്ന് ലോകത്ത് ഇതുപോലുള്ള അഹ്ലുസുന്നയെ കൊലപ്പെടുത്തുന്ന പാർട്ടികളാണ് ഹിസ്ബുള്ള, ഹൂസികൾ, ഇതുപോലുള്ള ഫൈലക്കുൽ ഖുദ്സ്, ഇതുപോലുള്ള ഭീകര സംഘങ്ങൾ. ഇവരും അമേരിക്കയും ഇസ്രായേലൊക്കെ ഒത്തുകളിക്കുന്നവരാണ്. പക്ഷെ പരസ്യമായിട്ട് അവർ ഞങ്ങൾ അമേരിക്കക്കെതിരാണ്, ഇസ്രായേലിനെതിരാണ് എന്നൊക്കെ പറഞ്ഞ് സുന്നികളുടെ വികാരം ഇളക്കി വിടാൻ വേണ്ടി 1980-കളിൽ ഇറാഖ് യുദ്ധം പൊട്ടി പുറപ്പെട്ടപ്പോൾ ഇറാൻ്റെ പ്രസിഡന്റ് പിന്നീട് ടെലിവിഷനിൽ വന്ന് പറയുകയുണ്ടായി, ഹസൻ ബാനി സദർ, ഞാൻ ആ പ്രസംഗം നേരിട്ട് കേട്ടാളാണ്, എന്നോട് ഖുമൈനി അമേരിക്കയിൽ നിന്ന് ആയുധം വാങ്ങാൻ ആവശ്യപ്പെട്ടു. ആരോട്? ഇറാൻ്റെ പ്രസിഡന്റിനോട്. എന്തിന്? ഇറാഖിനെ ആക്രമിക്കാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, അമേരിക്കയോട് ആയുധം വാങ്ങണോ? അമേരിക്ക ശത്രുവാണെന്നല്ല നമ്മൾ പുറത്ത് പറയുന്നത്. ഖുമൈനി പറഞ്ഞു, യുദ്ധം എന്ന് പറഞ്ഞാൽ ചതിയാണ്, അതുകൊണ്ട് അമേരിക്കയിൽ നിന്ന് ആയുധം. അമേരിക്കയിൽ നിന്ന് ഇസ്രായേൽ മുഖേനയാണ് ഖുമൈനി ആയുധം വാങ്ങിയിട്ട് ഇറാഖിനെ ആക്രമിച്ചത്. പക്ഷേ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ച എന്താ? അമേരിക്ക സഹായിച്ചത് ഇറാഖിനെയാണ്, ഇറാനെതിരിൽ എന്നാണ് നമ്മൾ പഠിച്ച ചരിത്രം. അപ്പോൾ എപ്പോഴും യഥാർത്ഥ ചരിത്രം നമ്മുടെ അടുത്തെത്തുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? തെറ്റിദ്ധരിക്കുന്നു. ഈ ഹൂസികൾ മക്കയ്ക്കെതിരിൽ 65ഓളം മിസൈലുകൾ അയച്ചു. യമനിലെ ഹൂസികൾ കഅബക്കെതിരിൽ 65ഓളം മിസൈൽ. നമ്മൾ ആരെങ്കിലും രക്തം തിളച്ചോ?
ബൈത്തുൽ മുഖദ്ദസ് അല്ലല്ലോ നമ്മളെ കഅബ, മക്കല്ലേ. അപ്പോൾ മക്കയ്ക്കെതിരിൽ നിരന്തരം മക്ക ഒന്നുമല്ല എന്ന പ്രസംഗങ്ങൾ, ബൈത്തുൽ മുഖദ്ദസ് മാത്രമാണ് പ്രശ്നം, ഗസയിലെ മുസ്ലിങ്ങളുടെ പ്രശ്നം മാത്രമാണ് പ്രശ്നം, അതിൽ മാത്രം നമ്മൾ കെട്ടിട്ടാര് ഇസ്ലാമിസ്റ്റുകൾ. എന്തിനു വേണ്ടി? മക്കയെയും കഅബയെയും നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ വേണ്ടി. അതുകൊണ്ട് മക്കയ്ക്കെതിരിൽ 65 മിസൈൽ നമ്മൾ ജീവിക്കുന്ന കാലത്ത് അയച്ചിട്ട് നമ്മളാരെയും രക്തം തിളച്ചില്ല, നമ്മളാരും അതിനെതിരെ ചൂടായില്ല. കാരണം എന്താ? സൗദി അറേബ്യയിലാണ് മക്ക. സൗദിയോടുള്ള ദേഷ്യം, മക്കയോടുള്ള അക്രമത്തെപ്പോലും നിസാരമായി കാണുന്ന ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നതിൽ ശത്രുക്കൾ, ഇസ്ലാമിസ്റ്റുകൾ വിജയിച്ചു. ഇത് വളരെ ഗുരുതരമായ കാര്യമാണ്, ചെറിയ കാര്യമല്ല. അപ്പോൾ ഈ മക്കൾക്കെതിരെ എന്തെങ്കിലും യഥാർത്ഥ ആക്രമണം നടന്നാലും അത് നമ്മളെ മുറിവേൽപ്പിക്കുക, അള്ളാഹു കാക്കട്ടെ. ആ ഒരവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടെത്തിച്ചു. കാരണം അത്രമാത്രം വാർത്തകൾ ഇവർ പ്രചരിപ്പിച്ചു. അമേരിക്കൻ ഇസ്രായേൽ ഇറാൻ പാർലമെൻറ്റിൽ ഇവർ പറഞ്ഞു, ഇസ്തൗലൈനാല അർബഅ അവാസിമ അറബിയ, ഞങ്ങൾ 4 അറബി രാജ്യങ്ങൾ കീഴടക്കി. ഇറാൻ്റെ പ്രധാന വിദേശകാര്യമന്ത്രി അബ്തഹി ഇറാൻ പാർലമെൻറ്റിൽ പറയാം, 4 അറബി തലസ്ഥാനങ്ങൾ ഞങ്ങൾ, അഥവാ സിറിയെന്ന് മോചിപ്പിച്ചു. യമൻ, ലബനാൻ, ഇറാഖ്, ഈ 4 രാജ്യങ്ങൾ, സുന്നി രാജ്യങ്ങൾ അവർ കീഴടക്കി. ഇറാൻ്റെ കയ്യിലാണ് ഈ രാജ്യങ്ങൾ. സിറിയ തിരിച്ചു പിടിച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ പ്രശ്നങ്ങൾ ധാരാളമായിട്ടുണ്ട്. ലോകത്ത് ഇവർ എങ്ങനെ ആശയം പ്രചരിപ്പിക്കുന്നവരോ, ഈ അടുത്ത കാലം വരെ ഒറ്റ ഷിയാക്കളില്ലാത്ത ആഫ്രിക്ക, സുഡാൻ, നൈജീരിയ, ഗാന, പിന്നെ പന്തലിലുള്ളൊരു രാജ്യമുണ്ടല്ലോ, അതിൻ്റെ പേര് പന്തലിക്കാരെന്നുള്ളൊരു ആഫ്രിക്കൻ രാജ്യമുണ്ടല്ലോ, സെനിഗാൾ, ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ ലക്ഷക്കണക്കിന് ഷിയാക്കളാണ്. എങ്ങനെ അറിയോ? വീട് മുതൽ കിണറുകൾ മുതൽ യൂണിവേഴ്സിറ്റി വരെ ഇറാൻ നാട്ടിൽ ഉണ്ടാക്കി കൊടുത്തിട്ട് ജനങ്ങളെ ഷിയാവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭീകരത അറിയുന്നൊരു കാര്യം, കേരളത്തെ പോലെ യമനിലെ തങ്ങന്മാരിലൂടെ ഇസ്ലാം പ്രയോഗിച്ച കേരളത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികളുമുള്ള ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ, മലേഷ്യ. ഈ ഇന്തോനേഷ്യയിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ. ഈ ഇന്തോനേഷ്യയിൽ 1982 വരെ ഒരു ഷിയ ഉണ്ടായിരുന്നില്ല. 82-ൽ ഹുസൈൻ അബ്ഷി എന്ന് പറഞ്ഞ ഒരു സുന്നി പണ്ഡിത സംഘടനയുടെ നേതാവ്, ഇവിടുത്തെ സമസ്തയുടെ ഒക്കെ സ്ഥാനത്തുള്ള സംഘടനയുടെ നേതാവ്, രഹസ്യമായ ഷിയായി. അയാൾ സ്വന്തം ചെലവിൽ 100 കണക്കിന് കുട്ടികളെ ഇറാനിലേക്ക് പറഞ്ഞയച്ചു, കൊമ്മിലേക്ക്. ലോകത്തെ ഷിയാക്കളുടെ ഏറ്റവും വലിയ ദർസ് നടക്കുന്ന സ്ഥലമാണ്. ഒന്ന് കൊമ്മ്, ഒന്ന് നജഫ്. ഈ ലോകത്തുള്ള 10,000-കണക്കിന് കുട്ടികൾ 100 കണക്കിന് രാജ്യങ്ങളിൽ നിന്ന് ഈ കൊമ്മിലെയും നജഫിലെയും ഹൗസ എന്ന് പറഞ്ഞാൽ ദർസുകളിൽ ഷിയായിസം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് വരെ അവിടെ ഉണ്ട് പറഞ്ഞു. ഇയാൾ 100 കണക്കിന് കുട്ടികളെ പറഞ്ഞയച്ചു. ആ കുട്ടികൾ തിരിച്ചു വന്നു എന്ത് ചെയ്തു? ഇന്തോനേഷ്യയിൽ ഷീസം പ്രചരിപ്പിച്ചു. 1982-ൽ ഒരു ഷിയാക്കളില്ലാത്ത ഇന്തോനേഷ്യയിൽ ഇന്ന് 1 കോടിയോളം ഷിയാക്കളുണ്ട് എന്ന് നിങ്ങൾ അറിയണം. അതിൽ തങ്ങന്മാരാണ് ഏറ്റവും കൂടുതൽ, ലക്ഷത്തിലധികം തങ്ങന്മാർ അതിലുണ്ട്. ഏത് തങ്ങന്മാരോ? നമ്മളെ കേരളത്തിലുള്ള ആലു ശിഹാബ് അടക്കമുള്ള തങ്ങന്മാർ, അവരിന്ന് ഷിയാ പ്രചാരകന്മാരാണ്. അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ ആൾക്കാർ പലരും ഈ തങ്ങന്മാരിലും. ഇറാൻ്റെ ഫണ്ടിങ്ങോടുകൂടി ഇവിടെ സുന്നി സമൂഹത്തെ ഷിയാവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാനും ഇന്തോനേഷ്യ മൊത്തം ഷിയായ എന്താവും? ലോക മുസ്ലിങ്ങളുടെ ജനസംഖ്യ ഷിയാക്കളാവും ഭൂരിപക്ഷം. ഔദുബില്ല. അപ്പോൾ ഇത്തരം നിഗൂഢമായ പ്രവർത്തനങ്ങൾ ലോകത്ത് നടന്നു, നമ്മുടെ നാട്ടിൽ നടന്നു. ഇതിനെതിരിൽ നമ്മൾ ജാഗ്രത പാലിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത തലമുറയെ അഹ്ലുസുന്നയിൽ ഉറപ്പിച്ചു നിർത്താൻ നമുക്ക് സാധിക്കില്ല. റുജുഅ, അവരുടെ അടിസ്ഥാന വിശ്വാസം, ഒന്ന് ഇമാമത്ത്. ഞാൻ നേരത്തെ പറഞ്ഞു, അവരുടെ 12 ഇമാമുമാർ പ്രവാചകൻ്റെ അനന്തരാവകാശികളായി അള്ളാഹുവിൽ നിന്ന് വഹയൊക്കെ ലഭിച്ച് ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന 12 ഇമാമുമാർ, എല്ലാറ്റിനും കഴിവുള്ള. അതാണ് അവരൊന്നാമത്. 2 തഖിയ്യ, ഞാൻ പറഞ്ഞു, മറച്ചു വെക്കുക, ഉള്ളിലൊന്നും പുറത്ത് മറ്റൊന്നും. സുന്നി സമൂഹങ്ങളിൽ സുന്നിയായി അഭിനയിച്ച് രഹസ്യമായി പ്രവർത്തിക്കുക. 3 ബദാ, അള്ളാഹുവിന് തെറ്റുപറ്റും, അള്ളാഹു തെറ്റിതിരുത്തും എന്ന വിശ്വാസം. അതിനൊരു ഉദാഹരണം പറഞ്ഞാണ്. ഉദാഹരണം, അവർ ജഫർ സാദിഖിൻ്റെ മകൻ ഇസ്മായിലാണ് അടുത്ത പിൻഗാമി എന്നവർ പറഞ്ഞു പോയി. പക്ഷേ ഇസ്മായിൽ മരിച്ചുപോയി ജഫർ സാദിഖ് മരിക്കുന്നതിന് മുമ്പ്. അപ്പോൾ അവർ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ബദാ ആണ്, അള്ളാഹ്ക്ക് തെറ്റുപറ്റിയത് അള്ളാഹ് തിരുത്തിയിട്ടുണ്ട്, അടുത്ത ആൾ മൂസൽ കാലിമാണ്, ആരല്ല, ഇതിനാണ് ബദാ എന്ന് പറയുക. അള്ളാഹ് ഒരു കാര്യം തീരുമാനിക്കും, പിന്നെ തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോൾ, ബദാ എന്ന് പറഞ്ഞാൽ ബോധ്യപ്പെട്ടു എന്നാണല്ലോ, അത് തിരുത്തും. ഇതാണ് ഷിയാക്കളുടെ മറ്റൊന്ന് മുത്ത് ആ, സാക്ഷിയോ രക്ഷിതാക്കളോ ഇല്ലാതെ ഏത് സ്ത്രീക്കും, വിവാഹിതയായ സ്ത്രീക്കും അല്ലാത്ത സ്ത്രീക്കും ഇഷ്ടമുള്ള ആളുകളിൽ നിന്ന് പണം വാങ്ങിയിട്ട് 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ഒരാഴ്ചയിലേക്കോ 1 മാസത്തേക്കോ അതിലപ്പുറമോ വിവാഹ ജീവിതം നയിക്കുന്നതിനാണ് മുത്ത് എന്ന് പറയുക. അതാ വ്യഭിചാരം. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ജാരസന്തതികളുള്ള രാജ്യമാണ് ഇറാൻ. 5 ലക്ഷത്തിലധികം മുത്അയിലൂടെ ജാരസന്തതികളുണ്ട് ഇറാനിൽ. അത് അവർ അഹ്ലുസുന്നക്കെതിരിൽ ദഅവത്ത് നടത്താനാണ് ഈ ജാരസന്തതികൾ അവർ ഉപയോഗപ്പെടുത്തുന്നത്.
ഇറാനിൽ പോയാൽ നമുക്ക് ആർക്കും മുത്തുക നടത്താം, കുറഞ്ഞ പൈസ കൊടുത്താൽ. സാക്ഷി വേണ്ട, രക്ഷിതാവ് വേണ്ട, ഒന്നും വേണ്ട. ആ പെണ്ണ് പറയുന്ന തുക കൊടുത്താൽ നമുക്ക് പറയുന്ന സമയത്തേക്ക് വിവാഹം കഴിക്കും. ഇതിനാണ് മുത്തുക എന്ന് പറയുന്നത്. അങ്ങനെ വളരെ വൃത്തികെട്ട ഒരുപാട് ആചാരങ്ങളുള്ളൊരു സമൂഹമാണ്. ഇസ്തിയാറത്തുൽ ഫർജി എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ഒരാൾ, ഒരു ഷിയ, അയാളുടെ അയൽവാസി, ഈ ഷിയ ഒരു മാസത്തേക്ക് വിദേശത്തേക്ക് പോവുകയാണെങ്കിൽ ഇയാളുടെ അയൽവാസിക്ക് ഇയാളുടെ ഭാര്യയെ എന്ത് ചെയ്യാം? ഇസ്തിയാറത്തുൽ ഫർജ് അഥവാ ഭാര്യയെപ്പോലെ ഉപയോഗിക്കാം ഷിയ മദ്ഹബ് അനുസരിച്ച്. ഇതിൻ്റെ പേരാണ് ഇത്. ത്വയ്ന, സുന്നികളെ അള്ളാഹു നരകത്തിലെ മോശപ്പെട്ട മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അഖീദത്തുത്തീന, ഷിയാക്കളെ സ്വർഗത്തിലെ ഉന്നതമായ പ്രദേശത്തെ മണ്ണ് കൊണ്ടാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് സുന്നികളെ ഇൻബിൽറ്റ് ജന്മന എന്താണ്? സുന്നികളെ മോശമാണ്, ഷിയാക്കള് ജന്മന വിശുദ്ധരാണ് എന്ന വാദം. അതിനാണ് അഖീദത്തു അത്തീന. പിന്നെ ഖബർ ആരാധന ലോകത്ത് ആദ്യമായിട്ട് കൊണ്ടുവന്നത്, ഇന്ന് നമ്മളെ സുന്നി സമൂഹത്തിൽ വ്യാപകമായ ഈ ആരാധന വ്യാപകമായി കൊണ്ടുവന്നത് ഷിയാക്കളാണ്. അവരുടെ ഖലീഫമാരാണ് ഈ ഷിയാക്കളുടെ ഖബറുകൾ, അലിയുടെയും ഹുസൈൻ റളിയല്ലാഹുവിൻ്റെയൊക്കെ ഖബറുകൾ. പിന്നെ ഇസ്മ, അവരുടെ ഇമാമുമാരും മാസൂമികളാണ്, അവരൊരു തെറ്റും ചെയ്യാതെയാണ് അള്ളാഹു അവരെ വളർത്തുന്നത് എന്ന വിഷയം. ഇതാണ് ഷീസത്തിൻ്റെ കോർ അഖീദ. ഇതിലാണ് അവരുടെ അഖീദ കുടികൊള്ളുന്നത്. അപ്പോൾ അവരുടെ വ്യതിയാനങ്ങളും നമ്മൾ പറയുകയുണ്ടായി. ഇനി ഒരുപാട് പറയാനുണ്ട്, ഞാൻ തൽക്കാലം നിർത്തുകയാണ്. സമയം എത്രയായി? നിങ്ങൾക്ക് ഇനി ഈ വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനേ സമയം ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അള്ളാഹു യഥാർത്ഥ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.